അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കാവോ? ശബ്ദം കേൾക്കാമോ? ബഹുമാനപ്പെട്ട MT ഉസ്താദിനോടുള്ള ചോദ്യം, ഇത് എന്റെ ചോദ്യമല്ല. ഒരു ചാനലിൽ നമ്മുടെ കേരള നിയമസഭയിലുള്ള നിയമസഭാ സാമാജികനായ ഡോക്ടർ KT ജലീൽ അദ്ദേഹം സംസാരിച്ച ചില ഭാഗങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം ഈ നിലവിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട് അത് ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞത്, മുമ്പ് കാലത്ത്, അതായത് കാലത്തിനൊപ്പിച്ച് ഉള്ള ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. അത് ബന്ധപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു, പണ്ട് കാലത്ത് ഇവിടെയുള്ള പണ്ഡിതന്മാരൊക്കെ ഫോട്ടോ എടുക്കൽ അത് നിഷിദ്ധമായി കണക്കാക്കിയിരുന്നു, അത് ഹറാമായി കണക്കാക്കിയിരുന്നു. അതുപോലെ വീഡിയോ അടക്കമുള്ള പല വിഷയങ്ങളും അത് ഹറാമാക്കി കണക്കാക്കിയിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ എല്ലാ വിഭാഗം പണ്ഡിതന്മാരും അത് യഥേഷ്ടം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു വിശാല കാഴ്ചപ്പാട് മുന്നിൽ കണ്ടുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ ചുരുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം സമർത്ഥിച്ചു കൊണ്ടുവന്നത്. ഉസ്താദ് ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് എന്റെ ഒരു ചോദ്യം. രണ്ടാമത് മൈക്കെടുക്കാനുള്ള അവസരം ഉണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് രണ്ടാമത് ഉപചോദ്യത്തിന് ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ രണ്ട് ചോദ്യം ഒന്നായിട്ട് ചോദിക്കണോ? ഏതാ ചെയ്യേണ്ടത്? ഉപചോദ്യത്തിന് അവസരമുണ്ടോ അല്ലെങ്കിൽ രണ്ട് ചോദ്യം ഒന്നായിട്ട് ചോദിക്കണോ? എന്നാൽ ഒരു ചോദ്യം കഴിഞ്ഞ് ഇനി അടുത്ത ഈ ഉസ്താദിന്റെ മറുപടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുരളി എന്ന് പറഞ്ഞ അദ്ദേഹം പിന്നെന്താ വെച്ചാല്, അദ്ദേഹം നമുക്ക് വേറെ സ്പെഷ്യലായിട്ട് വേറെ സംസാരിക്കുക, ചർച്ച ചെയ്യാന്നാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം ഇപ്പോൾ ക്ലാസ് റൂമിൽ ഇല്ല. കാരണം അദ്ദേഹം ഒരുപാട് വിശദീകരണങ്ങളും അദ്ദേഹത്തിന് മറ്റൊരു നമ്മുടെ മതത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടും നമ്മുടെ കർമ്മശാസ്ത്രത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള സംസാരമല്ല. അതിന് മറ്റൊരു തലത്തിലൂടെ ചർച്ചകൾ പോകുന്ന വിഷയമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സംസാരങ്ങൾക്ക് നമുക്ക് മറ്റൊരു അവസരം കൊടുക്കുക എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഇപ്പൊ നമ്മള് ഫാത്തിമ മോള് എന്ന് പറഞ്ഞാല് ആള് പുരുഷൻ തന്നെയാണ്. പുരുഷന്മാർ സ്ത്രീകളെ വേഷം ധരിക്കുന്നതിന്റെ മതവിധിയൊക്കെ ഇപ്പോ നമ്മളെ ഫിഖിന്റെ കിതാബുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. പുരുഷന്മാര് സ്ത്രീകളുടെ നാമം സ്വീകരിക്കുന്നതിന്റെ മതവിധി എന്താണ് എന്നുള്ളത് ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയത്തിൽ അതിന്റെ കർമ്മശാസ്ത്രം പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോ ആര് ന്യായീകരിച്ച വ്യക്തിയിലേക്കല്ല നമ്മൾ നോക്കുന്നത്, ആ ന്യായീകരണത്തെ കുറിച്ചാണ്. ഇവിടെ ഫോട്ടോ എടുക്കുന്ന കാര്യം, അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്ന കാര്യം എന്ന് പറയുമ്പോ ഈ വീഡിയോ വഴിയായിട്ടും ഫോട്ടോ വഴിയായിട്ടുള്ള ഈ തസ്വീർ, അത് ഇന്നും അന്നും പണ്ഡിതന്മാർ പറയുന്നത് പ്രബലാഭിപ്രായം അത് തെറ്റാണെന്ന് തന്നെയാണ്. പക്ഷെ അതില് ഈ കട്ടിയില്ലാത്ത പ്രതിമകൾക്ക് സമാനമല്ലാത്ത ഫോട്ടോകളാണെങ്കിൽ കുഴപ്പമില്ല എന്ന അഭിപ്രായം ഉണ്ടാവുകയും ഇന്നത്തെ കാലത്ത് ഫോട്ടോ എടുക്കുക എന്നുള്ളത് ജീവിതത്തിൽ പല ആവശ്യങ്ങൾക്കും അത് അനിവാര്യമാവുകയും ചെയ്തപ്പോ ആ സമയത്ത് ദുർബലമായ അഭിപ്രായത്തെ തർജീഹാക്കാത്തൊരു പരിപാടിയുണ്ട്. അതായത് മസ്ലഹത്തിന് വേണ്ടി വഈഫായ അഭിപ്രായത്തെ പ്രബലപ്പെടുത്തുക. വഈഫായ അഭിപ്രായത്തെ പ്രബലപ്പെടുത്താൻ രണ്ട് നിബന്ധനയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒന്നിരിക്കൽ അയാൾ തർജീഹിന്റെ അർഹനായ ഇമാമായിരിക്കണം. അത് ഇന്നത്തെ കാലത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്, യാതൊരു സംശയമില്ല. രണ്ടാമത് മസ്ലഹത്തിന് വേണ്ടി തർജീഹാക്കുക എന്നുള്ളത്. ചില മഫ്സിദത്തുകൾ, ചില കുഴപ്പങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷമായ ഇന്ത്യയിലൊക്കെ താമസിക്കുന്ന സന്ദർഭത്തിലും മാത്രമല്ല, ഇന്ന് നമ്മൾ അറിയാതെ തന്നെ റഡാറുകളായിട്ടും അതുപോലെ തന്നെ ക്യാമറകളായിട്ടും CCTVകളായിട്ടൊക്കെ നിരന്നുകൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിതം ദുസ്സഹമായൊരു ഘട്ടത്തിലായപ്പോ ആ വഈഫിനെ തർജീഹാക്കിക്കൊണ്ട് അമല് ചെയ്യുക, അമലിന് വേണ്ടി വഈഫിനെ തർജീഹാക്കുക, ഫത്വക്ക് വേണ്ടി തർജീഹാക്കിയതല്ല, അമലിന് വേണ്ടി വഈഫിനെ തർജീഹാക്കുക എന്ന് പറഞ്ഞ ഒരു
ഫിഖഹിന്റെ ഉസൂൽ വെച്ച് കണ്ടുള്ള ഒരു അമലാണ്. അതേ സമയത്ത് നിലവിളക്ക് കൊളുത്തുന്നതുമായി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു ലൈഫായ അഭിപ്രായം കാണട്ടെ. അങ്ങനെ അഭിപ്രായം കാണുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് ആലോചിക്കാം. അങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പോ നിങ്ങളാ പറഞ്ഞ ബഹുമാന്യനായ വ്യക്തിയോട് പറയാനുള്ളത്, അയാൾ വലിയ പണ്ഡിതനായിരിക്കാം ഒരുപക്ഷെ, അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനത്തിൽ നമുക്കങ്ങനെ തോന്നുന്നു. അദ്ദേഹം അങ്ങനെ ഒരു ദുർബലമായ എന്നാൽ ശാദല്ലാത്തതായ ഒരഭിപ്രായം അയാൾ കാണിച്ചു തരട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് പണ്ഡിതന്മാരെ കുറിച്ച് ആലോചിക്കും എന്നാണ് അതിന് പറയാനുള്ള മറുപടി. ഇൻഷാ അല്ലാഹ് രണ്ടാമത് ചോദിക്കാനുള്ള ചോദ്യം, മുമ്പ് കാലത്ത് ഈ വയലുകളിൽ നിന്ന് നെല്ല് എടുത്ത് നെല്ല് കൊയ്തുകൊണ്ട് അത് ഒന്നായിട്ട് തറവാട്ട് വീടുകളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, ഈ ഹിന്ദുമത വീട്ടിലെ കാര്യമല്ല കേട്ടോ പറയുന്നേ, മുസ്ലിം തറവാട്ടിലെ നമ്മുടെ പ്രദേശത്തുള്ള ചില ആചാരങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ വയലിൽ നിന്ന് നെല്ല് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ കിണ്ടി എന്ന് പറഞ്ഞാൽ അറിയാലോ, കിണ്ടിയും അതുപോലെ തന്നെ നിലവിളക്കും കത്തിച്ചു വെക്കുന്ന ഒരു ആചാരം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഇസ്ലാമിക ദൃഷ്ട്യാ അനുവദനീയമായ ഒരു കാര്യമാണോ, അല്ലെങ്കിൽ അതും നേരത്തെ പറഞ്ഞ ഹറാമിന്റെ വിഷയത്തിൽ വരുമോ എന്നുള്ളതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതൊക്കെ നേരത്തെ പറഞ്ഞ ചർച്ചയിൽ ഉൾപ്പെട്ടു. എന്ന് വെച്ചാല് അത് നിലവിളക്ക് കൊളുത്തുന്ന ഹൈന്ദവ ആചാരം, ആ ആചാരത്തിലുള്ള സങ്കല്പങ്ങള്, അതിലുള്ള രീതികള്, അതിലുള്ള ശൈലികളൊക്കെ അവലംബിച്ചുകൊണ്ടാണെങ്കിൽ നേരത്തെ പറഞ്ഞ വിശദാംശങ്ങൾ അതിൽ വരും. എന്താണെന്ന് വെച്ചാൽ അത് ഹിന്ദുക്കളുടേതാണെങ്കിൽ കേട്ടോ, അത് ഒരു സംഘ പരിപാടിയാണോ അല്ലേ എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. അന്വേഷിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. അതേസമയത്ത് അവരുടെ മാത്രം പ്രത്യേകമായ ആചാരവും ആരാധനയുമാണെങ്കിൽ അത് ആ ഒരു നടപടി നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ കുഫറിൽ തുല്യമാവുക എന്നാണെങ്കിൽ അത് കാഫിറാകും. അല്ലെങ്കിൽ അവരോടൊപ്പം അവരുടെ ആരാധനാ കേന്ദ്രത്തിൽ പങ്കെടുക്കുക എന്ന വിധത്തിലും കൂടി ആവുമ്പോൾ അത് ആ രണ്ട് രൂപത്തിലും കാഫിറാകും. അതേസമയത്ത് ആഘോഷ ചിഹ്നത്തിൽ അല്ലെങ്കിൽ ഒരു കൃഷി കൊയ്തെടുത്ത സന്തോഷം, ആ സന്തോഷം പ്രകടിപ്പിക്കുന്ന ചിഹ്നത്തിൽ അവരോട് ആഭിമുഖ്യം പുലർത്തും എന്നതാണെങ്കിൽ ഹറാമാകും. അതൊന്നുമില്ലെങ്കിൽ അത് അവരുടെ പ്രത്യേക ചിഹ്നമാണോ അതോ അവരുടെ ആഘോഷ രീതിയാണോ എന്നൊക്കെ നമ്മൾ അത് പഠിച്ചിട്ട് പറയേണ്ട ഒരു വിഷയമാണ്. പ്രത്യേക ചിഹ്നമാണെങ്കിൽ അത് കറാഹത്താകും. അല്ല അതൊരു ആഘോഷ ചിഹ്നം മാത്രമാണെങ്കിലോ അത് ഒന്നും വരാനില്ല. അങ്ങനെയാണ് ഇതിന്റെ മസല. പക്ഷെ അത് എന്താണെന്നുള്ളത് ശരിക്കും പഠിച്ചിട്ടല്ലാതെ, എന്താണത് എന്നുള്ളത് പഠിച്ചിട്ടല്ലാതെ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് വിധി നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയാണ് എന്നുള്ളതോ അല്ല എന്നുള്ളതോ നമുക്ക് പറയില്ലല്ലോ. ആണെങ്കിൽ അതിന്റെ വിധി നേരത്തെ പറഞ്ഞ മാതിരിയാണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ ഉസ്താദുമാരെ? ഹലോ കേൾക്കുന്നുണ്ട്? ഓക്കെ ഉസ്താദെ, എനിക്ക് ചോദിക്കാനുള്ളത്, ഉസ്താദ് നേരത്തെ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ, ഓണത്തിന് ഇപ്പൊ ഇനി ഓണം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഓണത്തിന് നമ്മുടെ നാട്ടില് പല സാംസ്കാരിക സംഘടനകളും അതുപോലെ തന്നെ ഗൾഫിലാണെങ്കിലും പല സംഘടനകളും പല മത്സര പരിപാടികളും നടത്താറുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഈ പൂക്കള മത്സരം എന്ന് പറയുന്ന ഒരു മത്സര പരിപാടി നടത്താറുണ്ട്. അപ്പൊ അതില് മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ പങ്കെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് പങ്കെടുക്കുന്നത് കൊണ്ട് അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേർന്നു എന്നുള്ള രീതിയിൽ വരുമോ എന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത്തത് ഉസ്താദ് സലാം ചൊല്ലുന്ന ഒരു രീതി പറഞ്ഞു. സലാം ചൊല്ലുമ്പോൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് സലാം പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഉസ്താദ് സംസാരിച്ചപ്പോ, ഞാന് ജോലി തന്നെ സൗദിയിലാണ്. ഈ സൗദികൾക്കൊരു സ്വഭാവമുണ്ട്. ഈ വണ്ടിയിലൊക്കെ പോകുമ്പോ അവര് നമ്മളെ ദൂരെ നിന്ന് കാണുമ്പോൾ കൈകൊണ്ട് കാണിച്ചുകൊണ്ട് അവര് നമ്മളിലേക്ക് സലാം പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു വിധി എന്താണെന്ന് കൂടി ഉസ്താദ് പറയണം.
അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. എം.ടി. ഉസ്താദ് DC ആയിട്ടുണ്ടല്ലേ? ഞാൻ ചോദ്യം ചോദിക്കാൻ വേണ്ടി കൈ ഉയർത്തിയതായിരുന്നു. ഉസ്താദ് ഇല്ലാത്ത അവസരത്തിൽ നമ്മൾ ചോദ്യം ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് സുന്നീസ് ഉസ്താദ് മൈക്കിലുണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി വരിക. MT കാര്യം ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഞാൻ ഉസ്താദിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിപ്പോ ഈ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല. സിറാജ് മൂനിയൂർ മൈക്കെടുത്തു, അത് മാത്രമേ എനിക്കറിയുള്ളൂ. അതിനുശേഷം എന്റെ സെർവർ ഡിസ്കണക്റ്റഡായി തിരിച്ചു വന്നതാണ്. അപ്പൊ എന്താണ് പിന്നീട് ബാക്കിയുള്ള ആളുകൾ സംസാരിച്ചത് എന്ന് മനസ്സിലായിട്ടില്ല. റഹ്മാൻ സാഹിബ്, നിങ്ങൾ എന്താണ് പറഞ്ഞു തന്നത് എന്ന് ഒന്നുകൂടെ ആവർത്തിച്ചാല് ഇൻഷാ അല്ലാഹ് നമുക്ക് മൈക്കെടുക്കാം. അസ്സലാമലൈക്കും. സിറാജ് മൂനിയൂർ സാഹിബിന്റെ ചോദ്യം തന്നെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒന്നുകൂടെ മൈക്ക് എടുക്കട്ടെ. ഞാൻ ചോദ്യം ചോദിച്ചിട്ടില്ല. ഉസ്താദിനെ സ്വീകരിച്ചിരുത്തി അവിടെ മൈക്കിലേക്ക് ക്ഷണിച്ചത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. സിറാജ് മൂനിയൂർ ഒന്നുകൂടെ മൈക്ക് എടുക്കുക. അസ്സലാമലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടല്ലേ ഉസ്താദ്? ഞാൻ ചോദിച്ചത് നമ്മള് ഓണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ല ഉസ്താദ്. അവരോട് യോജിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. അപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പോ ഗൾഫിലാണെങ്കിലും പല സാംസ്കാരിക സംഘടനകളും ഈ ഓണത്തിന് പല ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൽ മത്സര പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ അതില് ഈ പൂക്കള മത്സരം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടാവാറുണ്ട്. അപ്പോ അതില് മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റുമോ, അത് അല്ലെങ്കിൽ അത് തെറ്റാകുമോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. രണ്ടാമത്തെ എന്റെ ചോദ്യം, ഉസ്താദ് പറഞ്ഞു സലാം ചെല്ലുന്നതിന്റെ ഒരു രീതി, അത് കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് നമ്മൾ സലാം ചെല്ലുന്നത് മറ്റുള്ള മതസ്ഥരുമായി യോജിക്കലാണ് എന്നുള്ള രീതിയിൽ ഉസ്താദ് പറഞ്ഞു. അപ്പൊ സൗദികൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്. വണ്ടിയിലൊക്കെ പോകുമ്പോ അവര് ദൂരെ നിൽക്കുന്ന ആളുകൾക്ക് കൈകൊണ്ട് ആംഗ്യത്തിൽ സലാം ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ തിരിച്ചും അവരിലേക്ക് അങ്ങനെ ഒരു സലാം മടക്കുന്ന രീതിയും ഇവിടെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പൊ അതും ഒന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ വളരെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതില് സലാം ചൊല്ലിക്കൊണ്ട് ആംഗ്യം കാണിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. വെറും കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നതിനാണ് തെറ്റാന്ന് പറഞ്ഞത്. വെറും കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നതിനെയാണ് തെറ്റാന്ന് പറഞ്ഞത്. അതേസമയത്ത് സലാം ചൊല്ലുകയും കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ യോജിപ്പല്ലുള്ളത്, അവിടെ വിയോജിപ്പാണുള്ളത്, അവിടെ തശബ്ബുഹല്ല ഉള്ളത്, അവിടെ മുഖാലഫത്താണുള്ളത് എന്ന് പറഞ്ഞു. സൗദികൾ ചെയ്യുമ്പോ അവര് സലാം ചൊല്ലിക്കൊണ്ട് കൈകൊണ്ട് ആംഗ്യം കാണിക്കുക. അപ്പൊ സലാം കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് സലാം അടക്കും ചെയ്യാം. വെറും ആംഗ്യം കാണിച്ചുകൊണ്ടുള്ള അഭിവാദന രീതിയെ സംബന്ധിച്ചാണ് തെറ്റാണെന്ന് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അദ്കാറിലെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. സൗദികൾ എന്താ ചെയ്യുന്നത്? വെറും സലാം ചെല്ലാതെ കൈകൊണ്ട് ആംഗ്യം കാണിക്കല, അന്നത്തെ കാര്യം. പിന്നെ ഈ ആഘോഷവേളകളില് ഓണം എന്നുള്ളത് ഹൈന്ദവ ആഘോഷമാണല്ലോ. ഹൈന്ദവ ആഘോഷങ്ങളിൽ അവരുടെ ആഘോഷങ്ങൾ, പൂക്കള മത്സരം പോലുള്ള, അതൊരു ആരാധനയാണോ ഇല്ല എന്നുള്ളത് വേറെ ചിന്തിക്കേണ്ടതുണ്ട്. പൂക്കളം മത്സരം എന്നുള്ളത് ആരാധനയാണോ? ആണെങ്കിൽ അത് വേറെ ചിന്തിക്കേണ്ടതാണ്. കേവലം ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന മത്സരങ്ങളാണെങ്കിൽ, അത്തരം മത്സരങ്ങള് അവരുടെ ആഘോഷങ്ങളിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കുക എന്ന ഉദ്ദേശമാണെങ്കിൽ, ഓണാഘോഷത്തിൽ പങ്കെടുക്കുക എന്ന ഉദ്ദേശ്യമാണെങ്കിൽ അല്ലേ, അത് ഹറാമാണ്.
ഓണാഘോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ള അതാണ് അതിന്റെ നിർവചനം. ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ അതിന് പറഞ്ഞ നിർവചനം ഞാനൊന്ന് വായിച്ചുതരാം. മഹാനായ ഖതീബ് ഷിർബീനി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യുഅസ്സറു മൻ വാഫഖൽ കുഫാറ ഫീ അഅയാദിഹിം. കാഫിരീങ്ങളോട് അവരുടെ ആഘോഷങ്ങളിൽ താദാത്മ്യം പുലർത്തുന്നവനെ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഭരണകൂടത്തിന്റെ കർത്തവ്യമാണത്. ഖൗലുഹു മൻ വാഫഖൽ കുഫാറ ഫീ അഅയാദിഹിം എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം ബി അൻ യഫ്അല മാ യഫ്അലൂനഹു ഫീ യൗമി ഈദിഹിം. അവരുടെ ആഘോഷ ദിവസത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. വഹാദാ ഹറാമുൻ, അത് ഹറാമാണ് എന്നാണ്. അപ്പൊ അവരുടെ പൂക്കള മത്സരത്തില് ആഘോഷം എന്ന നിലക്ക് ചെയ്യുന്ന പൂക്കള മത്സരത്തിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. അത് ഹറാമാണെന്നാണ്. അതേ സമയത്ത് അവര് ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന പൂക്കള മത്സരത്തില് നമ്മളപ്പം എന്ത് ചെയ്തു, അവര് ഓണാഘോഷം നടത്തുന്ന സമയത്ത് അവര് പൂക്കള മത്സരവും പൂക്കളും പലതും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലോ നമ്മൾ നമ്മുടെ കേന്ദ്രത്തിലോ ഒരു പൂക്കള മത്സരം നടത്തി. ആ പൂക്കള മത്സരത്തിൽ നമ്മൾ അവരോട് അവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ നമ്മൾ അനൗൺസും ചെയ്യുന്നില്ല. മറിച്ച് നമ്മൾ ഒരു കേവലം അവര് ചെയ്യുമ്പോൾ നമ്മൾ വേറൊന്നും ചെയ്യാന്നേ ഉള്ളൂ. എന്നാൽ ഫലാശയ അപ്പൊ അവിടെ യാതൊന്നുമില്ല, അവിടെ അത് കുഫ്രാവുകയോ ഹറാമാവുകയോ ചെയ്യുന്നില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് അല്ലേ അവർ പൂവിട്ടോട്ടെ നമുക്ക് കാണാമെന്ന് പറയുന്നത്. അതെ, അതൊക്കെ തന്നെയാണ് സംഗതി. അതിൽ നിന്നൊക്കെ വിട്ടുക്കാണ് വേണ്ടത്. നമ്മൾ ആ പ്രവർത്തനങ്ങളോടൊന്നും യോജിക്കാതിരിക്കുകയാണ് വേണ്ടത്. പിന്നെ എന്താ പറയാ, ഇപ്പൊ ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചു, ഒരു സ്കൂളിൽ അങ്ങനെ നടത്തണമെന്ന് അടിച്ചേൽപ്പിച്ചു. അപ്പൊ മാഷന്മാർക്കൊക്കെ അതിൽ പങ്കെടുക്കേണ്ടി വരും. അത് വേറൊരു മസലയാണ്. ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ധാരാളം കാര്യങ്ങളുണ്ട്. നമുക്ക് ഇസ്ലാമിനോട് യോജിക്കാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ പലപ്പോഴും ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും ഔറത്ത് കാണിച്ചുകൊണ്ടുള്ള സ്ത്രീ പുരുഷ സങ്കലനമൊക്കെ സ്കൂളുകളൊക്കെ നടക്കൂലേ. അപ്പൊ അങ്ങനെയുള്ള മസല എന്ന് പറഞ്ഞാൽ അത് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ഈ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട മസലകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചർച്ച ഫുള്ള് കേട്ടിരുന്നില്ല. അതുകൊണ്ട് നേരത്തെ എംടി ഉസ്താദ് ക്ലാസ്സിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ പകുതിക്കുന്നാണ് കയറിയത്, മസ്ബൂക്കാണ്. അപ്പോ നമ്മുടെ ഈ പൊട്ട് തൊടുന്ന വിഷയമുണ്ടല്ലോ, പൊട്ട് തൊടുന്നത് ഇവിടെ ഹിന്ദുക്കള് അതൊരു ആചാരം ആയിട്ടാണ് അവര് കൊണ്ടു നടക്കുന്നത്. അപ്പോ നമ്മളത് ചെയ്താൽ അത് തശബ്ബുഹ് ആവും എന്ന് പറയാം. പക്ഷേ ബംഗ്ലാദേശിലുള്ള മുസ്ലിങ്ങൾ, അവിടെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ തന്നെയാണ്, അവിടെയുള്ള ആളുകൾ ഭംഗിക്ക് വേണ്ടി പൊട്ട് തൊടുന്നുണ്ട്. അപ്പോ ഈ വിഷയം എങ്ങനെയാണ് വേർതിരിച്ച് അറിയുക എന്നുള്ളതാണ് ഒന്ന്. അതിന്റെ കൂടെ ഒന്നുകൂടി ഞാൻ ചോദിക്കാം, ഇടക്കിടക്ക് മൈക്കെടുക്കണ്ടില്ലല്ലോ. പിന്നെ ഉസ്താദ് ഇപ്പം പറഞ്ഞു, ബഹുമാനപ്പെട്ട നബി ഇമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു വിഷയം. അപ്പൊ സലാമാക്കുന്നുണ്ടെങ്കിൽ കൈകൊണ്ട് മാത്രം പോരാ, രണ്ടും കൂടിയാണെങ്കിൽ അത് പറ്റുമെന്ന് പറഞ്ഞു. ഇനി ഈ ഇബാറത്ത് വ്യാഖ്യാനിച്ചിട്ട് ഇനി ഏതെങ്കിലും വല്ല ഫൈസിമാർക്കും അപ്പൊ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ഹിന്ദുക്കൾ ചെയ്യുന്നത് പോലെ ചെയ്യണ്ട, വേണമെങ്കിൽ അതിന്റെ കൂടെ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്നുള്ളൊരു സ്വലാത്ത് കൂടി ചൊല്ലിയിട്ട് ഒരു മാറ്റം വരുത്തിയിട്ട് അതിൽ നിന്നൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് പറ്റുമെന്ന് വ്യാഖ്യാനിക്കാൻ വല്ല പഴുതുമുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം. ഭയങ്കര ചോദ്യങ്ങളാണ്. അപ്പോ പിന്നെ പൊട്ട് തൊടുന്ന മസല ആദ്യം പറയാം. പൊട്ട് തൊടുക എന്നുള്ളത് ഒരു മതവിഭാഗത്തിന്റെ ചിഹ്നമായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു സംഗതിയാണ് പൊട്ട് തൊടുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സംഗതി ഇനിയിപ്പോ ബംഗ്ലാദേശികളല്ല, നമ്മൾ തന്നെ ഇപ്പോ ഒരാൾ പൊട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ മസല വരും. അതായത് അവരുടെ കുഫറിൽ യോജിക്കുക, കുഫറിൽ ആഭിമുഖ്യം പുലർത്തുക എന്നതാണെങ്കിൽ കാഫറാകും. അതല്ല അവരുടെ ഒരു പിന്നെ എന്താ പറയാ
കുഫ്ർ എന്നുള്ളതല്ലാതെ അവരുടെ ഒരു പ്രവർത്തനത്തിൽ, അവരുടെ ഒരു ചിഹ്നത്തിൽ യോജിക്കുക എന്നതാണെങ്കിൽ അത് ഹറാമാകും. ഇത് രണ്ടുമില്ലാതെ അവിചാരിതമായിട്ട് ഇത്തിഫാഖായിട്ട് വരുന്നതാണെങ്കിൽ അത് കറാഹത്താവും. കറാഹത്ത് എന്ന് പറഞ്ഞാൽ പാടില്ലാത്തതാണ്. ബംഗ്ലാദേശികളോട് പറയണം, നിങ്ങളിതൊന്നും അറിയാതെ ചെയ്യുന്നതാണ്, പക്ഷെ ഇങ്ങനെ അത് ലോകത്തുള്ള ഹിന്ദുക്കളുടെ ഒരു മതകീയമായ ചിഹ്നമായതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കണമെന്ന് നമ്മൾ അവരോട് പറയണം, പറഞ്ഞു കൊടുക്കണം. അത് അവരറിവില്ലാത്തത് കൊണ്ട്, അറിവില്ലാത്തവർ ചെയ്യുന്നത് അറിവുള്ളവർ പറഞ്ഞു കൊടുക്കണമല്ലോ. അങ്ങനെയാണ് ആ വിഷയത്തിൽ ചെയ്യേണ്ടത്. ഇനി രണ്ടാമതായിട്ട് നിലവിളക്ക് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് ചൊല്ലിക്കാണ്ട് ഒരാൾ കൊളുത്തി. നിലവിളക്ക് കൊളുത്തുക എന്നുള്ളത് കുഴപ്പമില്ലാതെ നമ്മൾ പറഞ്ഞില്ലേ. അതേ സമയത്ത് നിലവിളക്ക് ഹൈന്ദവ രീതിയാകുന്നത് എപ്പോഴാണ്? നിലവിളക്ക് നിലവിളക്കായതുകൊണ്ടോ നിലവിളക്കിന് പേരുണ്ടായത് കൊണ്ടോ അല്ല, മറിച്ച് നിലവിളക്ക് ഭദ്രദീപം കൊളുത്തുന്ന ചില രീതികളും ശൈലികളും അതിന്റെ മുറകളുണ്ട്. ആ മുറകൾ പ്രകാരമാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അപ്പോഴാണ് അവരുടെ സിയ്യ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അതേ ശൈലി നമ്മൾ പകർത്തുക എന്ന് അപ്പോഴേ പറയുള്ളൂ. നിലവിളക്ക് കൊളുത്തുക എന്നുള്ളത് ഹിന്ദുക്കളുടെ ശൈലിയല്ല, മറിച്ച് അത് മനുഷ്യരുടെ ശൈലിയാണ്. അതിന് മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും എല്ലാവരും ഉണ്ട്. ഏതുപോലെ? മെഴുകുതിരി കത്തിക്കുന്നത് പോലെ. മെഴുകുതിരി കത്തിക്കുക എന്നുള്ളത് ക്രൈസ്തവരുടെ ഒരു ആരാധനയാണ്. പക്ഷെ നമ്മൾ കേവലം ഒരു മെഴുകുതിരി കത്തിക്കുക, അപ്പൊ ബിസ്മില്ലാഹിന് മെഴുകുതിരി കത്തിച്ചു, അതിന് കുഴപ്പമില്ല. എന്നതുപോലെ തന്നെ ബിസ്മില്ലാഹിന് നിലവിളക്കോളത്തിന് കുഴപ്പമില്ല. പക്ഷെ ഉദ്ഘാടന സദസ്സുകളിൽ ആ പ്രത്യേകമായ മാലയൊക്കെ ചാർത്തിയിട്ട് അത് ഇങ്ങനെ 2-3 സ്റ്റെപ്പൊക്കെ ഇങ്ങനെ നടന്നിട്ട് വലത്തെ കൈയിൽ നിന്ന് ഇടത്തെ കൈയിലേക്ക് കൈമാറിയിട്ട് പിന്നെ അങ്ങനെയുള്ള പ്രത്യേകമായ ഭാവവും ശൈലിയും, അതായത് കാണുന്നവർക്ക് തോന്നും ഇത് ഹിന്ദുക്കളെ ആചാരമാണ്. അതാണ് അതിന്റെ മർമ്മം അവിടെ കിടക്കുന്നത്. കാണുന്നവർക്ക്, വീക്ഷിക്കുന്നവർക്ക് തോന്നും ഇത് അവരുടെ ആചാരം നമ്മൾ ചെയ്യാണ് എന്നുള്ളത്. ആ വിധത്തിലാവുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ഇല്ലിട്ടും കാര്യമില്ല, പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ നമ്മളിപ്പോൾ റിലീസ്. അസ്സലാമു അലൈക്കും. നമുക്ക് പല ഹൈന്ദവ സുഹൃത്തുക്കളുണ്ടാവും. അപ്പൊ അവര് ഈ ശബരിമലയിലൊക്കെ പോയി വരുന്ന സമയത്ത് അവിടുന്ന് പ്രസാദം കൊണ്ടുവരും. നമ്മളോട് കഴിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ നമുക്ക് സ്നേഹപൂർവ്വം തരുകയോ ചെയ്യും. അപ്പോ അങ്ങനെയുള്ള ഈ പ്രസാദത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ അരവണ പായസം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നതിന്റെ വിധി എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. അസ്സലാമു അലൈക്കും. പ്രസാദം കഴിക്കുക എന്നുള്ളത് അവരുടെ മതചിഹ്നമാണോ അല്ലേ എന്നുള്ളത് ആദ്യം ഒന്ന് പറഞ്ഞു നിർത്തേണ്ടതുണ്ട്. അവരുടെ പ്രസാദം എന്ന് പറയുന്നത് അവിടുന്ന് കിട്ടുന്ന ഒരു ഉദാഹരണം പറയുന്നത് ഒരു പായസം, ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പായസം. ആ പായസം കഴിക്കുക എന്നുള്ളത് അവരുടെ ഒരു മതചിഹ്നമായിട്ടാണ് കാണുന്നതെങ്കിൽ അപ്പോ അത് കുഫറിൽ യോജിക്കുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ കാഫറാകും. അതല്ലെങ്കിൽ അവരുടെ ആ ആചാരത്തിൽ യോജിക്കുക എന്നുള്ളതാണെങ്കിൽ അത് ഹറാമാകും. അങ്ങനൊന്നും ഉദ്ദേശമില്ലെങ്കിൽ അത് കറാഹത്താകും. അങ്ങനെയാണ് മനസ്സിലാക്കുക, മതചിഹ്നമാണെങ്കിൽ. അതേസമയത്ത് അവരുടെ ഒരു എന്താ പറയാ, ഒരു സന്തോഷവേളയിൽ അവർ ഉണ്ടാക്കുന്ന ഒരു പായസമാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഒന്നും ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കറാഹത്തുമില്ല. അങ്ങനെയാണ് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ? കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെറിയ കുട്ടിക്കാലത്തൊക്കെ നമ്മളെ പള്ളിയിലൊക്കെ നമ്മൾ വിവിധ ആഘോഷങ്ങൾ ബന്ധപ്പെട്ട് നമ്മുടെ സാധാരണ രീതിയിൽ അമ്പലത്തിലൊക്കെ കെട്ടുന്ന മാതിരി നമ്മൾ കൊലയും മറ്റു വായ്ക്കൊലയും ഇതൊക്കെ സ്റ്റേജിന്റെ മുമ്പിൽ കുറവാണ്, കുറച്ച് ശബ്ദം കുറവുണ്ട്, ഇത്തിരി തരാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കെട്ടാറുണ്ട്. അപ്പം അത് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെടുമെന്ന് വെച്ചാൽ നമ്മൾ കടന്നു വരുന്ന ഗേറ്റിന്റെ അടുത്ത് വായക്കൊല ഇതുപോലുള്ള ഇതൊക്കെ കിട്ടും. അതേപോലെ തന്നെ ഹിന്ദുക്കളുമാരുടെ അമ്പലത്തിന്റെ ഭാഗത്തൊക്കെ ശരിക്കും ഈ കായ്ക്കൊലയും ഇതൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ അത് ഇതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വരുമോ ഇല്ലെന്ന് വിശദീകരിച്ചാൽ വളരെ ഉപകാരം. അസ്സലാമു അലൈക്കും.
ഓക്കെ. പിന്നെ ഞാൻ പറയാം. എന്റെ ഒരു ഫോൺ വന്നതാണ്. അപ്പൊ നമ്മളെ ഈ മുസ്തഫ മുസ്തു എന്ന് പറയുന്ന ആള് പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. അതെന്താന്ന് പറയുന്നത് ശരിക്കും കേൾക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് കേൾക്കാത്തതുകൊണ്ട് ഞാൻ വേറൊരു ഫോൺ അറ്റൻഡ് ചെയ്തു. അപ്പൊ ആ ഫോണില് ഒരു റേഡിയോ ശ്രോതാവിന്റെ ചോദ്യമാണ്, ഈ ബംഗ്ലാദേശി മുസ്ലിമീങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യാണ്, അങ്ങനെ ആവുമ്പോൾ അതിന് കുഴപ്പമുണ്ടോന്നാ ചോദ്യം. അവരോട് നമ്മൾ പറയണം അത് ഹിന്ദുക്കളെ ആചാരമാണ്. ആ ഹിന്ദുക്കളെ ആചാരത്തിൽ അവർക്ക് പിന്നെ കുഫറിൽ യോജിക്കുക എന്നോ ഹിന്ദുക്കളുടെ ചിഹ്നത്തിൽ കുഫറല്ലാത്ത ഒരു ആഘോഷ ചിഹ്നം എന്ന നിലക്ക് അതൊരു ആഘോഷ ചിഹ്നമല്ലല്ലോ, ആഘോഷ ചിഹ്നം എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് അത് ഒരു കുഫറിന്റെ ചിഹ്നം തന്നെയാണ്. അപ്പൊ അതിനോട് യോജിക്കുക എന്ന നിലക്കാണെങ്കിൽ അത് കുഫറാവും. ഒന്നും പിന്നെ ചിന്തിക്കുന്നില്ലെങ്കിലോ അത് കറാഹത്താകും. അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് നമ്മൾ അവരോട് പറയണം. എല്ലാവരും ഇല്ല എന്നാണ് അമീർ സാഹിബ് പറയുന്നത്, ചിലരേ ഉള്ളൂ. അപ്പൊ ആ ചെയ്യുന്ന ചിലരോട് ചെയ്യാത്ത ആളുകൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ് എന്റെ മസല. മുസ്തഫ മുസ്തു പറഞ്ഞത് കേട്ടിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശബ്ദം ക്ലിയർ ആവുന്നുണ്ടാവും. TKH66 നിങ്ങളുടെ വോളിയം ശരിയല്ല. അൽഹംദുലില്ലാ കുറെ നേരമായിട്ട് ഉസ്താദ് നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നു. ഇവിടെ യുഎഇയിൽ തന്നെ ഏകദേശം 1 മണിയായിട്ടുണ്ട്. നാട്ടില് 2-2:30 ആയിട്ടുണ്ടാവും. വളരെയധികം സമയമായിട്ടുണ്ട്. ഇനിയും കൂടുതൽ ബുദ്ധിമുട്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല ഉസ്താദ്. ഒരു അവസാനമായിട്ടൊരു കാര്യം, മറ്റുള്ള മതങ്ങളുടെ ആചാരങ്ങളായിരിക്കുമല്ലോ ഇപ്പോ പറഞ്ഞത്. ഇപ്പോ ഓണം അടുത്ത് വരികയാണ്. നമ്മുടെ ഗൾഫിലൊക്കെ വളരെ കൂടുതൽ ആളുകൾ ഈ കച്ചവടക്കാർക്ക് തയ്യാറാക്കുന്ന ഓണസദ്യ പോലത്തെ കാര്യങ്ങളൊക്കെ കെങ്കേമാക്കുന്നത് പല ആളുകളും നമ്മളൊന്നും നേരത്തെ കാണാത്ത രീതിയിൽ ബാച്ചിലർ റൂമുകളൊക്കെ ആ ഓണം തന്നെ ആഘോഷിക്കുന്ന രീതിയിലൊക്കെ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം അതിന്റെ ഒരു അത് എത്രത്തോളം തെറ്റാണോ ശരിയാണെന്നും കൂടെ ഒന്ന് വിശദീകരിച്ചെന്നായിരിക്കും. അതിനുവേണ്ടി മാത്രം മൈക്കെടുത്ത് ബുദ്ധിമുട്ടിക്കുന്നില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതൊക്കെ ഇബ്നു ഹജർ തങ്ങളുടെ ഫത്വയിൽ ആ പറഞ്ഞ മസലകളെല്ലാം ഉൾപ്പെട്ടു. ഓണാഘോഷം എന്ന് പറയുന്നത് ഹൈന്ദവരുടെ ആഘോഷമാണ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഓണാഘോഷത്തിനെ പറ്റി കാർഷിക ആഘോഷമാണ് എന്നൊരു വീക്ഷണമുണ്ട്. ആ വീക്ഷണം ശരിയല്ല എന്നാണല്ലോ പൊതുവെ അതിനെപ്പറ്റി ചർച്ചകളുടെ അതിന്റെ ഫൈനൽ, അതിന്റെ തീരുമാനം അത് കേവലം ഒരു കാർഷിക ആഘോഷമല്ല, മറിച്ച് അത് ഹൈന്ദവ സങ്കല്പങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ടുള്ള ആഘോഷമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ആ നിലക്കാകുമ്പോ അവരുടെ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങൾക്ക് വേണ്ടി ഓണസദ്യ ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ ഒഴിവാക്കണം. തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കലും തെറ്റല്ലേ. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. അപ്പൊ പിന്നെ കച്ചവടം പൊളിയിലെ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അത് പിന്നെ വേറെ സംഗതികളാണ്. അങ്ങനെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ കച്ചവടത്തിൽ പല കച്ചവടങ്ങളിലും ശരിക്കും ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒരു ചെരുപ്പ് കട കയറിയിട്ടുണ്ടെങ്കിൽ എത്ര നുണ പറയുന്നുണ്ട് ആ ചെരുപ്പ് എടുത്ത് കിട്ടാൻ വേണ്ടി. അപ്പൊ അതങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരും. അത് വേറെ കാര്യമാണ്. ആഘോഷങ്ങളിൽ അവരുടെ ആഘോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് തെറ്റാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് വന്നപ്പോ ഡോട്ടും വന്നു. പിന്നെ ഒരു സുഹൃത്ത് ചോദിച്ചാണ്, മുസ്ലിമായൊരു മനുഷ്യൻ, അവനൊരു കാർഡ് ഷോപ്പ് ഉണ്ട്. അപ്പൊ ഓണം അതുപോലെ ക്രിസ്മസ് ഒക്കെ വരുമ്പോ
ക്രിസ്മസ് ആശംസാ കാർഡ്, അതുപോലെ ഓണം ആശംസാ കാർഡൊക്കെ ഇത് വിൽക്കുന്നതിന്റെ വിധി എന്താണ്? അത് പറ്റുമോ? ഇതൊരു മറ്റൊരാൾക്ക് വേണ്ടി ചോദിക്കണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇബ്നു ഹജർ തങ്ങളുടെ ഫത്വയിലെ ഈ അമുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, ബൽ ഖാല ഇബ്നുൽ ഹാജ് പറയുകയാണ്, ലാ യഹില്ലു ലി മുസ്ലിമിൻ, ഒരു മുസ്ലിമിനും അനുവദനീയമല്ല അൻ യബീഅ നസ്റാനിയൻ, ഒരു ക്രൈസ്തവനും വിൽപ്പന നടത്തൽ, ശൈഅൻ മിൻ മസ്ലഹത്തി ഈദിഹി, അവന്റെ ആഘോഷത്തിന്റെ ആവശ്യങ്ങളിൽപ്പെട്ട ഒന്നിനെ, ലാ ലഹ്മൻ വലാ ഉദുമം വലാ സൗബ, അത് മാംസമാവട്ടെ അല്ലെങ്കിൽ കറിയാവട്ടെ വസ്ത്രമാവട്ടെ, വലാ യുആറൂന ഷൈഅൻ, അവർക്ക് അതിനുവേണ്ടി ഒന്നും വായ്പ കൊടുക്കാനും പാടില്ല, വലു ദാബത്ത്, അത് മൃഗമാണെങ്കിലും ശരി. അപ്പൊ വിൽക്കാനും പാടില്ല, വായ്പ കൊടുക്കാനും പാടില്ല. ഇത് ഹുവ മുആവനത്തുൽ ലഹും അലാ കുഫ്രിഹിന്ന, അവരുടെ കുഫ്ർ പ്രവർത്തനത്തിന്റെ മേൽ അവരെ സഹായിക്കലാണത്. വഅലാ ഉലാത്തിൽ അംരി മൻഉൽ മുസ്ലിമീന മിൻ ദാലിക, ഭരണാധികാരികൾ മുസ്ലിമീങ്ങളെ ആ കാര്യത്തിനെ തൊട്ട് തടയൽ നിർബന്ധമാണ് എന്നാണ്. ഇതിന്റെ മസല അങ്ങനെയാണ്. ജനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തോന്നുള്ള വേറെ കാര്യം. മൈക്ക് റിലീസ് ചെയ്യും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ കുറെ നേരമായിട്ട് കൈ പൊന്തിച്ച് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് മൈക്ക് എടുത്തത്. പിന്നെ ഉസ്താദെ, സംശയങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. കാരണം ഉസ്താദ് ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലിങ്ങനെ ഓരോ സംശയങ്ങൾ ഉണ്ടാകുകയാണ്. അപ്പൊ ആ സംശയ നിവാരണമാണല്ലോ നമ്മളെ മുഖ്യ ലക്ഷ്യം എന്ന് കരുതി ചോദിക്കുകയാണ്. അപ്പൊ ചോദ്യം കേട്ടാലും വേറെ ഒന്നും തെറ്റിദ്ധരിക്കുകയോ ചിരിക്കുകയോ ചെയ്യരുത്. കാരണം അങ്ങനെയാണ് മനസ്സിലുള്ള ഓരോ സംശയങ്ങൾ ചോദിക്കുകയാണ്. ഉസ്താദ് പറഞ്ഞു, നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ കൊളുത്തുന്നതാണ് അതിൽ വിഷയം എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഉദ്ഘാടന ചടങ്ങില് ഒരു പ്രത്യേക രീതിയൊന്നും ഇല്ലാതെ ഒരു സാധാരണ ഒരു തീപ്പെട്ടിക്കുള്ളി ഒരുതിയിട്ട് ഒരു ഉദ്ഘാടന ചടങ്ങിലോ അല്ലെങ്കിൽ മറ്റുള്ള രീതി സമയത്തോ ഒരു തീപ്പെട്ടിക്കുള്ളി എഴുതിയിട്ട് ഒരു സാധാരണ രീതിയിൽ അങ്ങ് വിളക്ക് കത്തിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ രീതികൾ ആകുന്നത് തന്നെ ഇങ്ങനെ ഈ വലത് കൈയിൽ നിന്ന് ഇടത് കൈയിലേക്ക് എടുത്ത് പിന്നീട് അത് മറ്റൊരു രീതിയിൽ കൊളുത്തുമ്പോഴാണോ പ്രശ്നം വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ മറ്റുള്ള രീതിയിൽ കൊളുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുണ്ടോ? അതെന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വിഷയം തുടങ്ങാൻ വേണ്ടി വിളക്ക് കത്തിച്ചുകൊണ്ട് തുടങ്ങുക എന്നുള്ളത്, വിളക്ക് തീ കത്തിച്ചുകൊണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞൊരു പരിപാടി ഇസ്ലാമിലില്ല. തീ എന്നുള്ളത് തഫാഉൽ ഖബീഹാണ്, ചീത്ത ലക്ഷണമാണ് അതിലുള്ളത്. ചീത്ത ലക്ഷണം നോക്കാം. ചീത്ത ലക്ഷണം കൈക്കൊള്ളാൻ പാടില്ല എന്നാണ്. ചീത്ത ലക്ഷണം കൈക്കൊള്ളാൻ പാടില്ല. തഫാഉൽ ഖബീഹാണ് തീയിലുള്ളത്. അത് സംഹാരത്തിന്റെ ചിഹ്നമാണ് തീ എന്ന് പറയുന്നത്. നരകത്തിന്റെ ചിഹ്നമാണ് തീ എന്ന് പറയുന്നത്. അപ്പൊ തീ കത്തിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനം, തീ കത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനം, അത് നിലവിളക്കാണെങ്കിലും ശരി, മണ്ണെണ്ണ വിളക്കാണെങ്കിലും ശരി, കുപ്പിവിളക്കാണെങ്കിലും ചിമ്മിനി വിളക്കാണെങ്കിലും ഏത് വിളക്കാണെങ്കിലും, മെഴുകുതിരി ആണെങ്കിൽ ഇപ്പൊ മെഴുകുതിരി കത്തിച്ചാണ് ഉദ്ഘാടനം ചെയ്യുക. അത് ഇല്ല, അത് വേണ്ട, അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അതേസമയത്ത് വേറെയുള്ള രൂപത്തിലുള്ള എന്തെല്ലാം ഉദ്ഘാടന കർമ്മങ്ങൾ നമ്മളെ മുമ്പിലുണ്ട്, അത് ചെയ്താൽ മതി. അതുകൊണ്ടാണ് നമ്മളെ പണ്ഡിതന്മാരും സാദാത്യങ്ങളും മുൻകാലം മുതൽക്കേ ഉദ്ഘാടനങ്ങൾ ചെയ്യാൻ വേണ്ടി തീയിനെ ഉപയോഗപ്പെടുത്താത്തത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ തീ കൂടെ കൊണ്ടുപോകരുത്. കാരണം അതിലൊരു തഫാഉൽ ഖബീഹുണ്ട്. തീ എന്ന് പറയുന്നത് ചീത്ത ലക്ഷണമാണ് എന്ന് ആദ്യം തന്നെ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. അത് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഉദ്ദേശ്യവും കൂടാതെ മതാചാരത്തിന്റെ ഒരു നിലക്കുള്ള ലാഞ്ചനയുമില്ലാതെ, ഒരു ഹൈന്ദവ ആചാരമാണ് എന്ന ഒരു നിലക്കും വിലയിരുത്തപ്പെടാത്ത രൂപത്തിൽ ഒരു നിലവിളക്ക് തീപ്പെട്ടിക്കൊള്ളി കൊളുത്തിക്കാണ്ട് കത്തിച്ചു. എന്നാൽ അത് ബിസ്മില്ലിക്കാണ്ട് കത്തിച്ചാൽ അതിന് അംഗീകാരം കൊടുക്കാൻ പറ്റുമോ? അത് വേണ്ട. അതാണ് കാരണം തീ കത്തിച്ച് കാണ്ടുള്ള ഉദ്ഘാടന പരിപാടി വേണ്ട.
അതിന് ഒരു സന്ദേശമില്ല. ഈ ഉദ്ഘാടനത്തിലൊക്കെ നമ്മൾ ഓരോ സന്ദേശങ്ങളാണ് നമ്മൾ നൽകുന്നത്. ഇപ്പൊ നമ്മൾ ബട്ടൺ അമർത്തിയിട്ട് ലൈറ്റ് കത്തിക്കുമ്പോൾ അവിടെ ഒരു പ്രകാശമാണ്. അപ്പൊ ഇരുള് പോയിട്ട് പ്രകാശം വരിക എന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത്. നാട മുറിച്ചുകാണ്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ഷോപ്പ് മലർക്കെ തുറക്കാൻ പോവുകയാണ്. ഏതു കസ്റ്റമറിനും ഇനി അവിടെ എന്താവശ്യത്തിനും വരാം എന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു മഹത്തായ ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രതീകാത്മകതയാണ് ഇങ്ങനെയുള്ള ഉദ്ഘാടന കർമ്മങ്ങളിലൊക്കെ കാണുന്നത്. അതിനുവേണ്ടി തീ കത്തിക്കുക എന്നുള്ള പരിപാടി ഇല്ല. അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, തീ കത്തിക്കുന്ന പരിപാടി ഇല്ല. അപ്പൊ പിന്നെ ആ സംശയത്തിന് പ്രസക്തി ഇല്ല കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, എനിക്ക് ചെറിയ സംശയം. എന്റെ നാട്ടില് ഒരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിന്റെ ചുറ്റുഭാഗത്തായിട്ട് പന്തല് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള KMCC സംഘടനയോട് അവർ സഹായം ആവശ്യപ്പെട്ടു. അപ്പോ അതിലേക്ക് കൊടുക്കാതിരുന്നാല് അവര് മറ്റു രൂപത്തില് ഒരു കണ്ണുകൊണ്ട് നമ്മൾ കാണും എന്നുള്ളൊരു ചിന്തയുണ്ട്. കൊടുക്കുകയാണെങ്കിൽ അത് ഇസ്ലാമികമായിട്ട് എന്റെ വിധി എന്താണ് എന്നാണ് എന്റെ സംശയം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശിർക്കിന്റെ കേന്ദ്രങ്ങൾക്ക് സഹായം ചെയ്യാവുന്നത് അടിസ്ഥാനപരമായിട്ട് ഹറാമാണ്. ശിർക്കിന്റെ കേന്ദ്രങ്ങൾ നിലനിർത്താൻ വേണ്ടി, അതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടി, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി, അതിനെ പരിപാലിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ സൗകര്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും സഹായം ചെയ്യുക എന്നുള്ളത് ഹറാമാണ്, ഇസ്ലാമിക ദൃഷ്ട്യാ ഹറാമാണ്. പിന്നെ രാഷ്ട്രീയ രംഗത്ത് ചിലരെങ്കിലും, നമ്മൾ ആലോചിച്ച് പറയേണ്ട വിഷയമാണ്, ചില നമ്മുടെ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് വർഗീയ കലാപത്തിൽ നിന്നും വർഗീയ ചേരിതിരിവിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ വേണ്ടി അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ അനിവാര്യമായി ചെയ്യേണ്ടി വരികയാണെങ്കിൽ, അപ്പോ നമ്മളിപ്പോ ചെയ്യുന്ന ആളുകൾ അത് വിചാരിച്ചിട്ടൊന്നാവില്ല. അതിപ്പോ അവരെന്തെങ്കിലും വിചാരിക്കൂലേ, അതല്ലെങ്കിൽ അവരെന്തെങ്കിലും അവര് നമ്മളുള്ള ആ ഒരു ബന്ധം നഷ്ടപ്പെടൂലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല, തെറ്റാണ്. അതേസമയത്ത് ഒരു വർഗീയ ലഹളയിലേക്ക് കാര്യങ്ങൾ പോകുന്നുള്ള അത്രയും വലിയ ഭവിഷ്യത്തൊക്കെ വരികയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ, അങ്ങാടിപ്പുറം ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ കത്തി, അത് കത്തിച്ചവരാരാണെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അപ്പോ ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ, അവിടെ അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞാൽ എന്റെ നാടാണ്, ഞങ്ങളുടെ നാട്ടില് ഏറ്റവും കൂടുതൽ വർഗീയത, ഒരു ചെറിയ തീപ്പൊരി കൊണ്ട് വർഗീയത ആളിക്കത്താൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ആ ഭാഗങ്ങളൊക്കെ. അപ്പൊ എന്തും അവിടെ സംഭവിക്കാനുള്ള ഒരു സാഹചര്യം വരുമ്പോൾ അതിൽ നിന്ന് മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തുക, ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും ഒന്നിപ്പിക്കുക എന്നുള്ള അത്തരം ചില കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും അല്ല, അതിന് പറ്റാവുന്ന ആളുകൾ മാത്രം അങ്ങനെയുള്ള ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവരുടെ സാന്നിധ്യം അറിയിക്കുക, അവർക്ക് ആ ഗോപുരവാതിൽ നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ടിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക എന്നുള്ളത് മാരകമായ ഒരു മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ഉദ്ദേശത്തിന് വേണ്ടിയാണെങ്കിൽ അനുവദനീയമാണ്. അതല്ലാതെ കേവലം സൗഹാർദ്ദം വിചാരിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത് ഹറാമാണ്. ഇങ്ങനെയാണ് ഇതിന്റെ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഈ ക്രിസ്മസ് കരോള് അതുപോലെ തന്നെ ഓണാഘോഷ പരിപാടി അതൊക്കെ ഈ അയൽവാസികൾ നടത്തുമ്പോൾ അതിന് നമ്മളിപ്പോ അതിനോട് അനുകൂലിച്ചില്ല എങ്കിലും അതിന് സംഭാവന കൊടുക്കുന്നത്, അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ വന്ന് അവർ പിരിവിനായി വരുമ്പോൾ അതിന് സംഭാവന കൊടുക്കുന്നതിന്റെ വിധി എന്താണ് എന്നൊന്ന് പറയാം. അസ്സലാമു അലൈക്കും. പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ വിധി. അതല്ലേ ഇതിനകത്തങ്ങള് ഇതിൽ ഹാദിനത്തൊക്കെ ഉദ്ധരിച്ച് പറഞ്ഞില്ല, ലാ യഹില്ലു മുസ്ലിമിൻ അൻ യബിഅ നസ്റാനിയൻ ശൈഅൻ മിൻ മസ്ലഹത്തി ഈദിഹി ലാ ലഹ്മൻ വലാ ഉദുമൻ വലാ സൗബൻ വലാ യുആറൂന ശൈഅൻ വലൗ ദാബത്തൻ. അങ്ങനത്തെ അവരുടെ ആഘോഷ പരിപാടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവർക്ക് കച്ചവടം ചെയ്യലോ
അവർക്ക് വായ്പ കൊടുക്കലോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് ഹുവ മുആവനത്തുൽ ലഹും അലാ കുഫ്രിഹിം, ഇതൊക്കെ അവരുടെ കുഫ്റിന്റെ മേൽ അവരെ സഹായിക്കലാണ് എന്നാണ്. അപ്പോ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും പാടില്ല. അങ്ങനെയാണ് അവസ്ഥ. ഒരു ചോദ്യം ചോദിക്കാണ്ടായിരുന്നു. പിന്നെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ ഓണാഘോഷത്തിന്റെ സമയത്തൊക്കെ ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങളുടെ ശബ്ദം ആദ്യമേ സ്വല്പം കേട്ടിരുന്നു, പിന്നീട് പറ്റ ക്ലിയർ പോയി, ഒന്നും മനസ്സിലാകുന്നില്ല. TKH 66 നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു PM-നുള്ള ഒരു ചോദ്യം, നമ്മുടെ മുസ്തഫയുടെ ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ മൈക്ക് ശരിയല്ലാത്തതുകൊണ്ടാണ്. ഈ മൗലൂദ് പ്രോഗ്രാം പോലുള്ള ചടങ്ങുകളുടെ കവാടത്തിലെ വാഴക്കുലയും വാഴയൊക്കെ നാട്ടുന്നതിന്റെ വിധി, അപ്പോ അതൊന്ന് പറയാ. മുസ്തഫയുടെ ഒരു PM ആണ്. മൈക്ക് റിലീസ്. അങ്ങനെയുള്ള സദസ്സുകൾ വാഴക്കുല അതുപോലെ എല്ലാ അലങ്കാരങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതൊന്നും ഒരു വിഭാഗത്തിന്റെ ആഘോഷങ്ങളൊന്നുമല്ലല്ലോ. ഏതെങ്കിലും വിഭാഗം ഏതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നിലവിളക്ക് ഇപ്പൊ നമ്മൾ വീട്ടിൽ കത്തിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ. മക്കാമുകൾ നിലവിളക്ക് കത്തിക്കുന്നതിന് കുഴപ്പമില്ല. അതൊന്നും ഒരു മതവിഭാഗത്തിന്റെ ആഘോഷങ്ങള് ആണെങ്കിൽ പോലും അത് ആ ഒരു പിന്നെ രീതിയിലും ഭാവത്തിലും അല്ലാതെ നമ്മൾ നടത്തുന്നതിന് യാതൊരു കുഴപ്പമില്ല. കേട്ടില്ലേ? റേഡിയോ ശ്രോതാവിന്റെ ഒരു ചോദ്യമാണ്, ഞാൻ ചോദിക്കുന്നതെന്ന് മാത്രം. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, ഒന്ന് അയൽവാസി പിന്നെ ഓണത്തിന് ക്ഷണിച്ചാല് അല്ലെങ്കിൽ ആ ഭക്ഷണം തന്നാൽ അത് സ്വീകരിക്കാമോ ഭക്ഷിക്കാവോ എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത്, പിന്നെ വീട്ടുകൂടലിന്റെ പരിപാടിക്ക് നമ്മൾ അടുപ്പ് കത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നേരത്തെ ഉസ്താദ് തീ കൊണ്ട് ഒന്നും തുടങ്ങാൻ പാടില്ല എന്നതാണെങ്കിൽ അടുപ്പ് കത്തിച്ചിട്ടാണല്ലോ നമ്മൾ തുടങ്ങുന്നത്, അതും പാടില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഉണ്ട്, അത് അപ്പൊ ചോദിക്കാം. അതായത് വീട്ടിൽ കൂടുമ്പോ അടുപ്പ് കത്തിച്ച് കാണ്ടല്ലല്ലോ ഉദ്ഘാടനം ചെയ്യണത്. അടുപ്പ് കത്തിക്കുന്നത് അതൊരു ഉദ്ഘാടനമായിട്ട് ചെയ്യല്ല. അടുപ്പ് കത്തിക്കുക എന്നുള്ളത് പിന്നെ പാചകം ചെയ്യാൻ വേണ്ടി കത്തിക്കുകയാണത്. അവിടെ പാല് കാച്ചാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വിഭവം ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പ് കത്തിക്കുകയാണ്. അല്ലാതെ അടുപ്പ് കത്തിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാന്നുള്ളതല്ല. അങ്ങനെ ഇല്ല. ഒരു എന്താ പറയാ, പാത്രമൊന്നും വെക്കാതെ അല്ലെങ്കിൽ പിന്നെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാതെ വെറുതെ അടുപ്പ് കത്തിക്കലുണ്ടോ? പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പ് കത്തിക്കുകയാണ്. കത്തിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ഘാടനം ചെയ്യല്ല. പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി കത്തിക്കുകയാണ്, അതിന് വിരോധമല്ല. അതേസമയം തീ കത്തിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയല്ല അവിടെ തീ കത്തിക്കുന്നത്, മറിച്ച് പാചകം ചെയ്യാൻ വേണ്ടിയാണ് തീ കത്തിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നമ്മളോട് സംഭാവന വെച്ച് വന്ന് ചോദിക്കുന്നത് അത് ഷിർക്കിനെ സഹായിക്കുന്ന രീതിയിലാണെങ്കിൽ ഹറാമാണെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിക്കുന്ന അവസരങ്ങളിൽ ഷിർക്കല്ലാത്ത അവര് മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ മറ്റോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ തരുന്ന സംഖ്യ എടുക്കണം എന്നുള്ള നിബന്ധന വെച്ചിട്ട് പൈസ കൊടുക്കാമോ?
ആണ് ചോദ്യം. അസ്സലാമു അലൈക്കും. അത് നല്ലൊരു ചോദ്യമാണ്. അതായത് അമുസ്ലിമീങ്ങളുടെ ശിർക്ക് പോലുള്ള ബഹുദൈവാരാധനകള് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണത് ആ പണം ചെലവാക്കുന്നതെങ്കിൽ അതിന് തിരിക്കാൻ പറ്റൂല. അതേസമയത്ത് അനുവദനീയമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പോലുള്ള നല്ല പ്രവർത്തനങ്ങൾ അതിനാണ് അവർ ചെലവാക്കുന്നതെങ്കിൽ ആ ഉദ്ദേശത്തിലേക്ക് മാത്രം ചെലവാക്കണമെന്ന് നിബന്ധന വെച്ചുകൊണ്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അത് നല്ല തന്നെയാണ്, അതിന് വിരോധമല്ല. പിന്നെ മറ്റേ ദിശാൻ മായി നിറച്ച് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഹിന്ദുക്കളുടെ ഓണാഘോഷത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം അവർ തരുമ്പോ അത് നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതൊക്കെ ആ നേരത്തെ പറഞ്ഞ മസലാണ് വരിക. അവരുടെ കുഫറിൽ അവരോട് യോജിക്കുക എന്നതാണെങ്കിൽ അത് ഹറാമാകും. അവരുടെ ആഘോഷത്തിൽ യോജിക്കുക എന്നുള്ളതാണ്, അല്ല കുഫറിൽ യോജിക്കുക എന്ന ഉദ്ദേശം, അവരുടെ കുഫർ, അവരുടെ സത്യനിഷേധം, അത് നല്ലൊരു കാര്യമാണ് എന്നാണ് ഉദ്ദേശമെങ്കിൽ ആ കുഫറിനോട് ഇവന്റെ മനസ്സിന് ഒരു താല്പര്യം വരുന്ന, അതിലേക്കൊരു ചായ്വ് വരുന്ന രൂപത്തിലാണെങ്കിൽ അത് ഹറാമാകും. അതേസമയത്ത് അവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്ന ഉദ്ദേശമാണെങ്കിൽ അത് ഒന്നുകൂടി പറയാം, അവരുടെ കുഫറിനോട് താദാത്മ്യപ്പെടുക എന്നാണ് അവന്റെ മനസ്സിന് വരുന്നതെങ്കിൽ, അതിനോടൊരു ചായ്വാണ് അവന്റെ മനസ്സ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ അത് കുഫറാണ്. ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നതാണെങ്കിൽ ഹറാമാണ്. ഈ രണ്ടു ഉദ്ദേശമില്ല. ഓരോ ചോറ് കൊടുത്തപ്പോ നമ്മൾ വാങ്ങി തിന്നുക എന്നുള്ളതാണെങ്കിലോ അപ്പോ ഫലാ ഷൈഅ എന്നാണ് ഇവരതർത്ഥങ്ങളുടെ ഇബാറത്ത്. അപ്പൊ ഒരു കുഴപ്പമില്ല, കറാഹത്തും ഇല്ല എന്നായിരിക്കും അതിൽ മനസ്സിലാകേണ്ടത്. അതേസമയത്ത് ഒരു മതവിഭാഗത്തിന്റെ ചിഹ്നമാണെങ്കിൽ, ഒരു മതവിഭാഗം ആ മതക്കാരനായിട്ട് ജനങ്ങൾ വിലയിരുത്തുന്ന ചിഹ്നമായിട്ടാണ് അത് വരുന്നതെങ്കിൽ ഒരു ഉദ്ദേശമില്ലെങ്കിൽ തന്നെ അത് കറാഹത്വമാണ്, പാടില്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ അസ്സലാമു അലൈക്കും. പിന്നെ നേരത്തെ ഉസ്താദിനെ ഒരാൾ വിളിച്ചു ചേർന്നു, അത് ഉമ്മർ ദാരിമി അച്ഛനമ്പലത്താണ്. ബംഗ്ലാദേശില് കുറച്ചാളുകൾ ചെയ്യുന്നത് അവിടുത്തെ ഹൈന്ദവ ആചാരം കൊണ്ടല്ല, അവിടെ പൊതുവായിട്ട് മുസ്ലിങ്ങൾ ചെയ്തു പോരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്, വിളിച്ചു പറഞ്ഞു ഓർമ്മിപ്പിച്ചു. പിന്നെ വേറെ ആളെ ചോദ്യമുണ്ട്, ഇപ്പൊ ഒരു കുഫർ ചെയ്യുന്ന, ഷിർക്ക് ചെയ്യുന്ന ഒരു ഹിന്ദു ഇപ്പൊ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു ഷിർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, വളരെ മോശത്തിലാണ് പട്ടിണി കിടക്കുന്നത്, അപ്പൊ അയാൾക്ക് നമ്മൾ ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതിലൊരു ചോദ്യമാണ്, അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറച്ചു നിന്നവൻ നമ്മൾ പെട്ടവനല്ല. അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ബാധകം. ആ മുസ്ലിമീങ്ങളായ ആൾക്കാരിൽ ഉണ്ണാനും ഉടുക്കാനും ചികിത്സിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള ജീവിക്കാനും പണമില്ലാത്ത ആളുകൾക്ക് പണം കൊടുത്തുകൊണ്ടും ഭക്ഷണം കൊടുത്തുകൊണ്ടും വസ്ത്രം കൊടുത്തുകൊണ്ടും സഹായിക്കുക എന്നുള്ളത് സുന്നത്ത് മാത്രമല്ല, അത് നിർബന്ധ ബാധ്യതയാണ് എന്നാണ്. നിർബന്ധമാണത്, സാമൂഹികമായ നിർബന്ധ ബാധ്യതയാണ് എന്നാണ് ഇതിനകത്തങ്ങൾ റഹ്ഫയിൽ പറയുന്നത്. നേരത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് തങ്ങളെ ഉദ്ധരിച്ചു പറഞ്ഞല്ലോ. പിന്നെ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇന്ന് നടക്കുന്ന ഇപ്പോ ഒരുപാട് ചന്തകളും ഒരുപാട് ഉത്സവ പറമ്പുകളിലൊക്കെ മുസ്ലിങ്ങൾ നടത്തുന്ന കച്ചവടങ്ങൾ, അത് ഹലുവ കച്ചവടമായാലും അല്ലെങ്കിൽ വളക്കച്ചവടമായാലും കുപ്പിക്കച്ചവടമായാലും എന്ത് കച്ചവടമായാലും അതൊക്കെ പാടില്ലാത്തതിന്റെ പരിധിയിൽ തന്നെ അല്ലേ വരിക എന്നതാണ് ചോദ്യം. പിന്നെ അമീർ സാഹിബ് നേരത്തെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവിടെ ബംഗ്ലാദേശികൾ അവര് ഹിന്ദുക്കള് ചെയ്യുന്നത് കൊണ്ട് ചെയ്യല്ല, അവര് ഭംഗിക്ക് വേണ്ടി ചെയ്യാണ് എന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പിന്നെ അതിലേ ഈ ഉത്സവങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വിൽക്കുന്നതാണ് ഹറാമാകുന്നത്. ഉത്സവങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതേസമയത്ത് ഉത്സവത്തിന് വന്ന ആൾക്കാർ തിരിച്ചു പോകുമ്പോ
കുപ്പിയും വളയും മറ്റേ ബലൂണൊക്കെ വാങ്ങിക്കൊണ്ടുപോകും. നമ്മളെ നേർച്ചയ്ക്ക് വരുന്ന ഉണ്ടാവുമ്പോ അവിടെ പല സാധനങ്ങൾ വിൽക്കുമല്ലോ. ആളുകൾ കൂടുന്നിടത്ത് കച്ചവടം തകൃതിയായിട്ട് നടക്കും. അപ്പൊ കച്ചവടക്കാരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുക എന്നുള്ളത് അത് ആ ഉത്സവത്തിന്റെ ഭാഗമല്ല, അത് അവരുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടു പോകുന്ന സാധനങ്ങളാണ്. അങ്ങാടിയിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടുപോകുന്നത് അങ്ങനത്തെ ആവശ്യങ്ങൾക്കാണെങ്കിൽ വിൽക്കാം. ഉത്സവത്തിന്റെ ഭാഗമായിട്ട് അവരെന്തെല്ലാം കാണിക്കുന്നുണ്ട്. ആ ഉത്സവത്തിന് അതിന് ഒരുപാട് ചടങ്ങുകൾ ഉണ്ടാവും, അതിന് ഒരുപാട് രീതികൾ ഉണ്ടാവും. ആ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതാണ് മസ്ലഹത്തുൽ ഈദ് എന്നാണ് അവിടെ ഇബ്നുൽ ഹാജിന്റെ ഇബാറത്തുള്ളത്. ഖാലിബുൽ ഹാജ് ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യബീഅ നസ്റാനിയൻ ശൈഅൻ മിൻ മസ്ലഹത്തി ഈദിഹിന. അവന്റെ ഉത്സവത്തിന്റെ മസ്ലഹത്തുകളിൽപ്പെട്ട ഉത്സവത്തിന് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാണ്. അതിലുമായി ബന്ധപ്പെടാത്ത നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിൽക്കുന്നതിന് കുഴപ്പമില്ല. അവിടെ വരുന്ന ആളുകൾക്ക് ചായ വാങ്ങി കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അതേ സമയത്ത് അത് ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണോ ചായ അടിച്ചത്, എന്നാ ചായ കൊടുക്കാനും പാടില്ല. അപ്പൊ ഈദിന്റെ മസ്ലഹത്ത്, ആ ആഘോഷത്തിന്റെ മസ്ലഹത്തായിട്ട് അതിന്റെ ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് വിൽക്കാൻ പാടില്ല, അത് സഹായിക്കാൻ പാടില്ല എന്നാണ്. അതാണ് കുഫ്റിൽ സഹായിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ഏതൊരു മനുഷ്യനും തിന്നണ്ടേരില്ലേ, കുടിക്കണ്ടേരില്ലേ, അത് ഉത്സവത്തിന് വന്ന ആളുകൾക്കും വിശക്കും, അവർക്കും ഉണ്ടാവും കുറെ ദുന്യവിയായ ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ. അതൊക്കെ കച്ചവടക്കാര് സമർത്ഥമായി ചൂഷണം ചെയ്തുകൊണ്ട് അവിടെ കച്ചവടം ഉഷാറായിട്ട് നടക്കും. അതൊക്കെ നടന്നോട്ടെ, അതിനൊന്നും നമ്മൾ കുഴപ്പമില്ല. കുഫറിന്റെ അല്ലെങ്കിൽ അവരുടെ ആഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടുന്ന വിഭവങ്ങൾ വിൽക്കാൻ പാടില്ല എന്നാണ് ഇബ്നുൽ ഹാജി തങ്ങൾ പറഞ്ഞത്. ഇന്നിപ്പോ എന്താണ് അടുത്ത ചോദ്യം? എന്താണ് ബംഗാളി മുസ്ലിമീങ്ങളുടെ അവസ്ഥ? ബംഗാളി മുസ്ലിമീങ്ങൾ ഈ പൊട്ട് അവര് സൗന്ദര്യത്തിന് വേണ്ടി അവർ ധരിക്കുന്നത് ഹിന്ദുക്കൾ ധരിക്കുന്ന പൊട്ട് തന്നെ ആവണം കേട്ടോ. അതിന് മുഖാലഫത്തായിട്ട് അത് അവര് ധരിക്കുന്ന പൊട്ടല്ല, അല്ലെങ്കിൽ അവര് ധരിക്കുന്ന ചന്ദനക്കുറിയല്ല എന്ന് വിലയിരുത്തപ്പെടുന്ന രൂപത്തിലാണെങ്കിൽ അപ്പൊ അതിന്റെ മസല വേറൊന്നാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല, അതിന് വേറെ മസലയാണ് പറയാം. സ്റ്റിക്കറായിട്ടാണ് ഒട്ടിക്കാൻ വിചാരിക്കുക. ഒരു സ്റ്റിക്കർ അവർ അവിടെ ഒട്ടിക്കുന്നുണ്ട്. അത് ഹിന്ദുക്കളും അറിയില്ല അത് ഞങ്ങളെ ചിഹ്നമാണ് അവർക്ക് അഭിപ്രായമല്ല. അപ്പൊ ഹിന്ദുക്കൾക്ക് അവരുടെ ചിഹ്നമാണെന്ന് അഭിപ്രായമില്ലാത്ത വിധത്തിലുള്ള സ്റ്റിക്കറുകളോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ഇതുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതേസമയത്ത് ഹിന്ദുക്കളുടെ ചിഹ്നമായ സംഗതി തന്നെ അവർ സൗന്ദര്യത്തിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നതെങ്കിൽ അത് അവരുടെ പ്രത്യേക വേഷമായതുകൊണ്ട്, കേവലം ഒരു ആഘോഷ നടപടി മാത്രമല്ല, മറിച്ച് അവരുടെ പ്രത്യേക മത ചിഹ്നമായതുകൊണ്ട് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ തന്നെ അത് കറാഹത്താണ് എന്നാണ് ബഹുമാനപ്പെട്ട ദ്യോയില് ആ മസല കൈകാര്യം ചെയ്തിട്ടുള്ളത്. ദ്യോയിലുള്ള മസല, അതുപോലത്തെ ദ്യോയിലുള്ള മസലയും ഫതാവൽ കുബറയിലുള്ള മസലയും ഒന്നാണ് എന്ന് ചില ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഫതാവൽ കുബറയിൽ പറഞ്ഞത് ഹറാമുമില്ല കറാഹത്തുമില്ല എന്നാണ്. അപ്പൊ പിന്നെ ദ്യോയിൽ കറാഹത്ത് എന്ന് പറഞ്ഞതോ അതിന് എന്തോന്ന് ഇപ്പൊ പുതിയ ഫേസ്ബുക്കിൽ പുതിയൊരു വിശദീകരണത്തിൽ എന്തോന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ ഇപ്പൊ പറഞ്ഞത്? ദ്യോയിൽ അത് കറാഹത്താണെന്ന് പറഞ്ഞത് ഒരു ഉദ്ദേശവും ഇല്ലാതെ ആകുമ്പോഴാണ് കറാഹത്ത് എന്ന് പറയുന്നത്. കറാഹത്തില്ല എന്ന് പറഞ്ഞത് അതിനെന്തെങ്കിലും പ്രത്യേക ഉദ്ദേശം, നല്ല ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ കറാഹത്തില്ല എന്നാണ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. അന്നാ നല്ലൊരു ഉദ്ദേശമൊന്നുമില്ലാതെ ഒരു ഉദ്ദേശവും ഇല്ലെങ്കിൽ കറാഹത്താണ് എന്നാണ് ബിഗയിൽ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗയക്കാരനോ അല്ലെങ്കിൽ ഇബ്നു ഹജർ തങ്ങളോ ഉദ്ദേശിക്കാത്ത ചില വിശദീകരണങ്ങളൊക്കെ ചില ആൾക്കാർ നടത്തുന്നുണ്ട്. അതൊന്നും ശരിയല്ല. ബിഗയിൽ പറഞ്ഞത് കൃത്യമായ മതചിഹ്നങ്ങളെ പറ്റിയാണ്. ഇബ്നു ഹജർ തങ്ങൾ സംസാരിക്കുന്നത് മതചിഹ്നങ്ങളെ പറ്റിയല്ല, മറിച്ച് ആഘോഷങ്ങളുടെ കാര്യങ്ങളെ പറ്റിയാണ്. ആഘോഷങ്ങളിൽ ഉണ്ടാക്കുന്ന അത് അവരുടെ ഒരു ആരാധനാ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഒരു, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇബ്നു ഹജർ തങ്ങളുടെ ചോദ്യത്തിലുള്ള ഉദാഹരണങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അമ്പും വില്ലും കൊണ്ട് കളിക്കുക, അതുപോലെ തന്നെ പഴം പുഴുങ്ങിക്കാണ്ട് അതില് മധുരം ചേർത്ത് കഴിക്കുക, ഇതൊക്കെ ഇപ്പൊ ഹിന്ദുക്കളുടെ മതചിഹ്നാണെന്ന് പറയാൻ പറ്റും. പഴം പുഴുങ്ങിക്കാണ്ട് അത് അവരുടെ ആഘോഷ ദിനങ്ങളിൽ അവരുടെ ആഘോഷ പ്രവർത്തനങ്ങളാണെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആഘോഷ പ്രവർത്തനങ്ങൾക്ക് പറഞ്ഞ മസ്അലയും മതചിഹ്നങ്ങൾക്ക് വേണ്ടി പറഞ്ഞ മസ്അലയും കൂട്ടിക്കുഴച്ചതാണ് അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ലേഖനങ്ങൾ വരാൻ കാരണം എന്നുകൂടി സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക.
അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ ഉസ്താദ്? കേൾക്കുന്നുണ്ടോ? ഞാൻ തിരുനാവായിലാണ്. ഞങ്ങളെ നാട്ടില് താമരപ്പൂ എന്ന് പറഞ്ഞൊരു പൂവ് കൃഷി ചെയ്യുന്നുണ്ട്. അതൊക്കെ മുസ്ലിങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ ആ താമരപ്പൂ കൊണ്ടുപോകുന്നത് അമ്പലങ്ങൾക്കാണ്. അപ്പൊ അത് എങ്ങനെയാണ്, ഇസ്ലാമികമാണോ? അത് അവരൊരു പൂജാകർമ്മത്തിനല്ല കൊണ്ടുപോകുന്നത്. അപ്പൊ എനിക്കുണ്ട് ഇപ്പൊ താമര, പക്ഷെ ഞാൻ ഹിന്ദുക്കൾക്ക് ആർക്കും വിട്ടിട്ടില്ല. അത് ഞങ്ങളെ നാട്ടിൽ അത് ഒന്നിച്ചെടുക്കുന്ന ആളുകളുണ്ട്. അവർ എന്നിട്ട് അത് നേരെ കോയമ്പത്തൂർക്കും മദ്രാസും ഒക്കെ ഈ ഹിന്ദുക്കൾ അമ്പലങ്ങളിൽക്കാണ് അത് കൊടുത്തുവിടുന്നത്. പക്ഷെ അത് എങ്ങനെ അത് ഇസ്ലാമികമായിട്ട് ഞാനത് കുറെ കാലമായി ചോദിക്കണം. ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ചോദിക്കുക. ഒന്ന് പറഞ്ഞു തന്ന താല്പര്യം. ഹിന്ദുക്കളുടെ പൂജകൾക്ക് വേണ്ടി ഒരു സാധനം കൊടുക്കാൻ പാടില്ല. താമര എന്നുള്ളതല്ല, ഒന്നും തന്നെ കൊടുക്കാം. ചന്ദനത്തിന് ഒന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. വായ്പേറ്റും കൊടുക്കാൻ പാടില്ല, പൈസക്കും കൊടുക്കാൻ പാടില്ല. അതാണ് അതിന്റെ അവസരം. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന് ഖുർആന്റെ നസ്സല്ലത്. നല്ല കാര്യത്തിൽ നിങ്ങൾ സഹായിക്കുക, ചീത്ത കാര്യത്തിൽ സഹായിക്കാൻ പാടില്ല എന്നല്ലേ. പിന്നെ എങ്ങനെ പൂജയ്ക്ക് വേണ്ടി നമ്മൾ സാധനം കൊടുക്കുന്നത്? തെറ്റാണത്, ചെയ്യാൻ പാടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ അങ്ങനെ ഉസ്താദെ, തേങ്ങ കച്ചവടക്കാരുണ്ടാവും, തേങ്ങ ആൾക്കാർ വാങ്ങിക്കൊണ്ടിട്ട് അമ്പലത്തിൽ തേങ്ങ കൊടുക്കുന്ന പരിപാടി ഉണ്ട്. അതിന് കൊണ്ടായാലും ഇപ്പൊ ഇയാൾ ഉത്തരവാദിയാണോ വിൽപ്പനക്ക്? പിന്നെ ബംഗ്ലാദേശിലെ പൊട്ടുണ്ടല്ലോ, അത് ചില കുട്ടികളത് പറഞ്ഞ മൈക്കെടുത്ത് നെറ്റത്ത് ചെരിഞ്ഞ ഭാഗത്താണ്, അതായത് കുറച്ച് സൈഡായിട്ട് നമ്മളെ കൺമശിടുമല്ലോ, അതുകൊണ്ടാണ് അവരധികം പൊട്ടിടല്. സാധാരണ പൊട്ടിനേക്കാൾ കൂടുതൽ എന്ന് ഓർമ്മപ്പെടുത്തിയാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും ഞാനെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ മൈക്കിൽ പെട്ടെന്ന് വരി. ഒരുപാട് സമയമായിട്ടുണ്ട്, ഉസ്താദിനെ വിടണം, 3 മണിയായിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പിന്നെ ഈ KMCC പോലുള്ള മുസ്ലിം സംഘടനകൾ ഓണക്കിറ്റ് കൊടുക്കലുണ്ട്. അതൊക്കെ പിന്നെ ഒരു വോട്ടിട്ടാനുള്ളത് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇത് ഈ പൂജ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഹൈന്ദവ മത ആചാരങ്ങൾക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മത ആചാരങ്ങൾക്കോ വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ, അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് മുസ്ലിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ശബരിമലയ്ക്ക് ഉണ്ടാക്കുന്ന മാല അല്ലെങ്കിൽ വിളക്കുത്തിരി, ഇങ്ങനെയുള്ള ഐസ് ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, അതിൽ ഒരാവശ്യമായിട്ട് ഇത് മാറുകയും ചെയ്യുന്നുണ്ട്, ആരാധന. അത് ഈ ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന പലർക്കും ഇത് തന്നെ അറിയത്തുപോലുമില്ല ഇതിന് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നതെന്ന്. അപ്പോഴേ ഈ പറഞ്ഞത് എത്രത്തോളം ഇതുമായിട്ട് യോജിച്ച് നിൽക്കാൻ പറ്റും ഒന്ന് വ്യക്തമാക്കി തന്നാൽ കൊള്ളാം. മൈക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ നിർമ്മിക്കുന്ന വസ്തുക്കള് അത് ഉറപ്പ് വേണം, അത് ഒരു ഹറാമിലേക്കാണ് അത് തിരിക്കപ്പെടുന്നതെന്ന് അല്ലെങ്കിൽ ശിർക്കിന് വേണ്ടിയാണ് അത് കൊണ്ടുപോകുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞത് പ്രകാരം അത് എന്തൊക്കെയാണ് പോകുന്നത് എന്ന് ഉണ്ടാക്കുന്നവന് യാതൊരു ഐഡിയ ഇല്ലെങ്കിൽ അവന് അതിൽ കുറ്റവാളിയല്ല. ഇങ്ങനെയാണ് ആ മസല. അസ്സലാമു അലൈക്കും. ആരെങ്കിലും ചോദ്യക്കാരുണ്ടോ? ഇല്ലെങ്കിൽ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാല്ലേ ഉസ്താദുമാരെ? ഇല്ലല്ലോ ഉസ്താദേ? ഓക്കെ, MT കാര്യം ഒന്നുകൂടി പോയി ഉസ്താദിനെ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. അസ്സലാമു അലൈക്കും. ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ആക്കാന്ന് കരുതി. ഇതുമായിട്ട് പിന്നെ ബന്ധപ്പെട്ടതല്ലെങ്കിലും
സമാനമായിട്ടുള്ളൊരു വിഷയമാണ്. ഈ റമദാൻ മാസം പലപ്പോഴും പകൽ സമയം മുസ്ലിം ഹോട്ടലുകൾ അടച്ചിടാറുണ്ട്. അത് നിർബന്ധമുള്ളൊരു കാര്യമാണോ, അല്ലെങ്കിൽ അതിന്റെ വിധി എന്താണ്? റമദാനിൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഈ ഹോട്ടലുകൾ പ്രവർത്തിപ്പിക്കുന്നതിന്റെ വിധി എന്താണ് എന്നതാണ് ചോദ്യം. അത് ഹറാമാണെന്നുള്ളതാണ് അതിന്റെ വിധി. ഫിഖ്ഹിന്റെ കിതാബില് ഇബ്നു ഹജർ തങ്ങൾ കിതാബ് സൗമിൽ വ്യക്തമായി പറയുന്നുണ്ടല്ലോ, പകൽ സമയത്ത് മുസ്ലിമീങ്ങൾക്കാണെങ്കിൽ പോലും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ ഹറാമാണ് എന്നാണ്. കാരണം മുസ്ലിമീങ്ങള് ഫുറൂഇയായ മസലകളെ കൊണ്ട് അവർക്ക് തക്ലീഫ് ഉണ്ട് എന്നാണ് ഷാഫി മദ്ഹബ്. ഫുറൂഇയായ മസലകളെ കൊണ്ട് അവർക്ക് തക്ലീഫ് ഉണ്ട്, അവർക്കും അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ട്, അവർ മുസ്ലിമായി കൊണ്ട് അത് പ്രവർത്തിക്കണം എന്നാണ്. അപ്പൊ അവര് നോമ്പ് നോൽക്കാതിരിക്കുക എന്നുള്ളത് ഹറാമാണ്, അവർ ചെയ്യുന്നത് തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് തെറ്റിനെ സഹായിക്കുക എന്നത് ഹറാമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ അനുബന്ധമായിട്ടുള്ള ഒരു വിഷയം, ഈ ഹറാമ് ഹോട്ടൽ മുതലാളികൾക്ക് മാത്രം മതിയോ എന്നുള്ളതാണ്. ഇവിടെ ബേക്കറികളായാലും അത് ബാധകമാകുന്നില്ലേ? അവിടെയും ഭക്ഷണ സാധനങ്ങൾ തന്നെയാണ്, ബിസ്ക്കറ്റ് ആയാലും ബ്രെഡ് ആയാലും റൊട്ടി ആയാലും ഒക്കെ കൊടുക്കുന്നത്. അപ്പം അവരും അടക്കണം എന്നുള്ളതിന്റെ പരിധിയിൽ വരില്ലേ? ഫ്രൂട്ട്സ് കട, അതൊക്കെ ഭക്ഷണ സാധനങ്ങൾ തന്നെയാണല്ലോ, പഴം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. അപ്പം അത്തരക്കാർ കൂടി ഇതിന്റെ പരിധിയിൽ വരില്ലേ എന്നതാണ് ചോദ്യം. അത്തരക്കാര് അവര് വിൽക്കുന്ന പഴങ്ങളും ഫ്രൂട്ട്സുകളും ബേക്കറികളും ഒക്കെ പകൽ സമയത്ത് വാങ്ങിക്കൊണ്ടുപോകുന്ന ആള് ഭക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർക്കും അത് ഹറാമ് തന്നെയാണ്. ഹോട്ടലിലേക്ക് മാത്രമൊന്നല്ല, ഹോട്ടലുകാർ പിന്നെ ഏതായാലും ഉറപ്പാണ്. മാത്രമല്ല ഹോട്ടലിൽ നിന്നല്ലോ അവർ ഭക്ഷിക്കുക, പാർസലായിട്ട് കൊണ്ടുപോകലല്ലേ ചെയ്യുന്നത്. അപ്പോ അവർക്കും ഈ വിധി, അവര് ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പകൽ കഴിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഹറാമാണ്, ഇല്ലെങ്കിൽ ഹറാമില്ല. അസ്സലാമു അലൈക്കും. ഈ കല്യാണത്തിനൊക്കെ പെണ്ണുങ്ങള് മുല്ലപ്പൂ ചൂടുന്നതിന്റെ വിധി എന്താ ഉസ്താദ്? ഞാൻ വായിക്കറിയില്ല. ഹലോ അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ഉസ്താദ് ഈ വിഷയം പറഞ്ഞപ്പോ ഞാന് ഈ വിഷയം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഞാൻ സൗദിയിലൊരു ബകാല കച്ചവടം ചെയ്യുന്ന ആളാണ്. അപ്പൊ ഈ ബകാലയില് സൗദികൾ വന്നിട്ട് നോമ്പിന്റെ സമയത്തൊക്കെ നോമ്പ് നോൽക്കാത്ത സൗദികൾ വന്നിട്ട് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാറുണ്ട്. അപ്പൊ സാധനം വാങ്ങിയിട്ട് ഈ തൂന എന്ന് പറയുന്ന സാധനം ഉണ്ട്. അപ്പൊ അതൊക്കെ അവർ വാങ്ങുന്ന സമയത്ത് അത് നമ്മളെ കൊണ്ട് ഇന്ന് തുറപ്പിച്ചൊക്കെ ചെയ്യിക്കാറുണ്ട്. അത് എന്ന് പറഞ്ഞാൽ അടഞ്ഞു കിടക്കുന്ന ഒരു ടിന്നിലാണ് ഉണ്ടാവാറ്. അപ്പൊ അതിന്റെ ഒരു മുഫക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ആ സാധനം കൊണ്ട് തിരിച്ച് തുറപ്പിച്ചിട്ടൊക്കെ അവർ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുന്നത്, ആ കച്ചവടമൊക്കെ ഹറാമിന്റെ പരിധിയിൽ വരുമോ എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വിഷയം പറഞ്ഞപ്പോ ഓർമ്മ വന്നതാണ്. കാരണം ഹറാമിന്റെ പരിധിയിൽ വരും എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭയപ്പാട് കൊണ്ട് ചോദിക്കുകയാണ് ഉസ്താദ്, ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏത് സാധനമായാലും അവർ വാങ്ങിക്കൊണ്ടുപോകുന്ന ആളുകൾ പകൽ സമയം അത് ഭക്ഷിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, അത് അടപ്പ് തുറന്നിട്ടാലും വേണ്ടില്ല, തുറക്കാതെ ആണെങ്കിലും വേണ്ടില്ല, അവർക്കത് വിൽപ്പന നടത്തൽ ഹറാമാണ്. പകൽ സമയത്ത് അത് ഭക്ഷിക്കാൻ വേണ്ടിയാണ് അവർ കൊണ്ടുപോകുന്നത്. പകൽ സമയത്ത് നോമ്പ് നോൽക്കൽ നിർബന്ധമായ ആളുകൾ ശ്രദ്ധിക്കണം, നോമ്പ് നോൽക്കൽ നിർബന്ധമായ ആളുകൾ നോമ്പ് നോൽക്കാതെ ഭക്ഷിക്കാൻ വേണ്ടിയാണത് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് ഉറപ്പുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഹറാമാണ്, ഇല്ലെങ്കിൽ ഹറാമില്ല. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കാം. കൊടുക്കാനാൽ അടി നടക്കുമെന്നും പറയുന്നുണ്ട്. കൊടുക്കാൻ
കനാൽ അടി നടക്കുക എന്നുള്ളത് പിന്നെ എന്താ വെച്ചാൽ ബറൂറത്തിന്റെ മസലയാണ്. നമ്മളിപ്പോ പിന്നെ അത് മസല പറയുമ്പോൾ ബറൂറത്തിന്റെ മസലായിട്ടൊരു മസലുണ്ട്. നമുക്ക് അസഹനീയമായ പ്രയാസം സഹിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അപ്പൊ പിന്നെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അത് ഒരു വലിയ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെറിയ തെറ്റുകൾ ചെയ്യുക എന്നുള്ള ആ ഒരു നിലക്ക് അതിന് വിരോധം ഉണ്ടാവില്ല. അതൊക്കെ ഓരോ വ്യക്തിയും അവന്റെ പരിസരവും അവന്റെ ജീവിതാനുഭവവും ഒക്കെ വെച്ചിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. മൊത്തത്തിലുള്ള മസലയാണ് ഇപ്പൊ പറയുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ ഉസ്താദെ? എനിക്ക് ചോദ്യം എന്ന് വെച്ചാൽ തൊട്ടടുത്ത് നമ്മളെ അമുസ്ലിം സുഹൃത്തുക്കളെ വീടുകളാണ്. അപ്പൊ സാധാരണ നമ്മളെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ അവർ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ കൊണ്ടുപോകുമ്പം അന്ന് ഒരു ദിവസം അവിടെ പൂജ നടക്കുന്നുണ്ട്. ആ പൂജക്കും വേണ്ടിയാണ് നമ്മളെ വീട്ടിലെ ഉപകരണം കൊണ്ടുപോകുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് ആ ഉപകരണം കൊടുക്കാൻ പറ്റുമോ? അതാണ് ചോദ്യം. സാറിന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അത് വീട്ടുപകരണങ്ങളാണ് കൊണ്ടുപോകുന്നത്. അവർ അത് കഴിഞ്ഞാൽ അവർ തിരിച്ചു തരും ചെയ്യും. അപ്പം അത് നമുക്ക് കൊടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ളതാണ്. പാടില്ല എന്നല്ലാണ്. നമ്മളെ അടുത്തുനിന്ന് കൊണ്ടുപോകുന്ന ഉപകരണം പൂജക്ക് വേണ്ടിയാണ് അവർ കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്നാണ്. മസല എങ്ങനെയാണ് കൊടുക്കാൻ പാടില്ല കേട്ടോ. പിന്നെ അത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവഹാനിക്കോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ മാരകമായ നഷ്ടം വരും എന്ന് കാണുകയാണെങ്കിൽ അത് പിന്നെ വേറെ മസലയാണ്. അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല. എല്ലാ വിഷയത്തിലും നമുക്ക് ലറവ്, വലിയ അപകടകരമായ സാഹചര്യം വരും എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുക എന്നുള്ളത് വേറെ മസലയാണ്. അതേസമയത്ത് അതൊന്നും ഇല്ലാത്ത പക്ഷം അങ്ങനെ കൊടുക്കുക എന്നുള്ളത് ഹറാമാണ്. ഷംസു ഖാൻ മൈക്ക് എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ മൈക്ക് എടുത്തത്. അടുത്തൊരു വിഷയം അറിയാനുള്ളത്, ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി മലബാർ മഹോത്സവത്തിന് 50,000 രൂപയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കൊടുക്കുന്നതിന്റെ വിധി എന്താണ് എന്നതാണ് ഒരു ചോദ്യം. അതിന് എന്തെങ്കിലും ലറൂറത്തിന്റെ മസ്അല ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ലറൂറത്ത് എന്ന് പറഞ്ഞാൽ ആനുകൂല്യം ഉണ്ടാക്കുക എന്നുള്ളതല്ല, ആനുകൂല്യം ലഭ്യമാക്കുക എന്നുള്ളതല്ല ലറൂറത്ത് എന്ന് പറഞ്ഞാൽ. മറിച്ച് പ്രാതികൂല്യത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ആനുകൂല്യവും പ്രാതികൂല്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് അത് കൊടുത്തിട്ടില്ല എങ്കിൽ മലബാർ മഹോത്സവത്തിന് നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്തു തന്നെ കേട്ടോ, കൊടുത്ത ആൾക്കാരെ പറ്റിയായി പറയുന്നത്. മലബാർ മഹോത്സവത്തിന് 50,000 രൂപ കൊടുത്ത ആളുകൾക്ക് അത് കൊടുത്തിട്ടില്ല എങ്കിൽ അവരുടെ കേന്ദ്രം പൊളിഞ്ഞാടും എന്ന് കാണുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അയാളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് കാണുകയാണെങ്കിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അപ്പൊ പന്നിമാംസം കഴിക്കുക അല്ലെങ്കിൽ ശവം കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നമായിരിക്കത്ത ഒരു കാര്യമായിരിക്കും. ഇപ്പൊ അതല്ലല്ലോ. ആനുകൂല്യം കിട്ടാൻ വേണ്ടി ഹറാം ചെയ്യാൻ പാടില്ല. മറിച്ച് ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പലപ്പോഴും ഹറാം ഹലാലായിട്ട് മാറും. അങ്ങനെയാണ്. രണ്ട് മസലയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ഈ പല്ലിയെ കൊല്ലുന്നതിൽ വല്ല ഫളീലത്തുണ്ടോ? അത് നിങ്ങള് പിന്നെ നൂർ ഫൈസ് ഉസ്താദിനോട് PM ചോദിച്ചാൽ കേട്ടോ.
എല്ലാ ഫിഖ്ഹിന്റെ മസലകളും കൂടി പറയാന്ന് പറഞ്ഞാൽ നടക്കൂല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടതായ ചോദ്യങ്ങൾ മാത്രമേ ഇപ്പോ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ വിലപ്പെട്ട സമയം ഇവിടെ 3 മണി കഴിഞ്ഞ് 3:05 ഈ സമയത്ത് ഉറക്കൊഴിവാക്കിക്കാണ്ടിരിക്കുന്നത് പല്ലിനെ കൊല്ലണീന് കൂലുണ്ടോന്ന് ചോദിക്കാനല്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് അതാ അവിടെ നമ്മൾ ജാഫർ സാഹിബ് ഫിഖ്ഹ് സംബന്ധമായ സംശയങ്ങൾ ജൂർഫൈസ് ഉസ്താദിന്റെ ഐഡിയിൽ PM അടിക്കുക എന്ന് പറഞ്ഞല്ലോ കേട്ടോ. അത് ചെയ്താൽ മതി. അത് കൈകാര്യം ചെയ്യുന്ന വേദി എല്ലാ ദിവസവും നമ്മുടെ KCR നടക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ PM ചെയ്താൽ മതി. അതിനുള്ള വ്യക്തമായ മറുപടി അവർക്ക് കിട്ടും. ഹലോ, അസ്സലാമു അലൈക്കും. നേരത്തെ ഹാങ് ആയി പോയതാ മയക്കെടുക്കാൻ പറ്റാതെ. അത് പൂജ അനുബന്ധമായ വിൽപ്പനയും വാങ്ങലും ആയിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോഴും നമ്മൾ നിലനിൽക്കുന്ന ഒരു രാജ്യം, അതായത് നമ്മൾ വസിക്കുന്ന ഇപ്പൊ ഇന്ത്യയിലാണ് താമസിക്കുന്നതെങ്കിൽ ആ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമമുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ആ രാജ്യത്തെ നിയമം നോക്കണമെന്ന്. അപ്പോൾ ആ രാജ്യത്ത് ജീവിക്കുന്ന മറ്റ് പൗരന്മാരുടെ അവകാശമാണ് അവന്റെ ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണം അവന് കിട്ടുക എന്നുള്ളത്. അത് ആ സമയത്ത് റംസാൻ കാലയളവില് ഹോട്ടൽ അടച്ചിടുക എന്നുള്ളത് മറ്റുള്ളവരുടെ ഭക്ഷണം നിഷേധിക്കുന്നതിന് തുല്യമല്ലേ? എന്നിട്ട് ആ രാജ്യത്തെ നിയമം നമുക്ക് പാലിക്കാൻ പറ്റാതെ വരികയല്ലേ? ഈ ചൈന ഉൾപ്പെടെ ചില രാജ്യങ്ങളിൽ കഴിഞ്ഞ റംസാനിലൊക്കെ നമ്മൾ കണ്ടതാണ് ഹോട്ടൽ അടച്ചിടുന്നതിനെതിരെ നടപടി സ്വീകരിച്ചു ഗവൺമെന്റൊക്കെ. അത് ഒന്നൊന്ന് വ്യക്തമാക്കി തന്നോളാം. അസ്സലാമു അലൈക്കും. നമ്മുടെ രാജ്യത്ത് ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കല് പൗരന്റെ അവകാശമാണെന്നോ നിയമമില്ല. അങ്ങനെ ഭരണഘടനയിലോ നിയമപുസ്തകത്തിലോ എവിടെ എഴുതിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മുടെ രാജ്യത്തിന് അങ്ങനെ ഒരു നിയമമുണ്ട് എന്ന് പറയാം? ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണം ലഭിക്കുക എന്നുള്ളത് പൗരന്റെ അവകാശമാണെന്ന് പറയുന്നു. അതേസമയത്ത് റോഡിലൂടെ വാഹനം ഓടിക്കുക എന്നുള്ളത് പൗരന്റെ അവകാശമാണ്. റോഡിലൂടെ വാഹനം ഓടിക്കുക എന്നുള്ളത് അത് പൗരന്റെ അവകാശമാണ്. അതറിയാൻ പറ്റില്ല. അതേസമയത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പൗരന്റെ അവകാശമാണെന്നുള്ളത് ആര് പറഞ്ഞു? അങ്ങനെ നിയമമൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. ആ ഹോട്ടൽ അടച്ചിടാനും ഒക്കത്തിനും ഇവിടെ ഇപ്പോ മെഡിക്കൽ ഷോപ്പുകൾക്ക് അങ്ങനെ നിയമമുണ്ട്. മെഡിക്കൽ ഷോപ്പ് അടച്ചിടരുത് എന്നുള്ളത് ഗവൺമെന്റിന്റെ നിയമമാണ്. മെഡിക്കൽ ഷോപ്പ് അടച്ചിടാൻ പാടില്ല. അങ്ങനെയുള്ള ചില പരിമിതമായ ചില വിഷയങ്ങൾ മാത്രമേ അടച്ചിടാൻ പാടില്ലാത്തുള്ളൂ. ചൈനയിൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഭരണമല്ലേ, അവിടെ മുസ്ലിമായി ജീവിക്കാൻ തന്നെ അനുവദിക്കുന്നില്ല. അവിടുത്തെ കാര്യം പോട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അവിടെ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈനയില് അവിടുത്തെ ഹോട്ടലുകാര് ഹോട്ടൽ അടച്ചിട്ടിട്ടില്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതം തന്നെ വഴിമുട്ടും. റമദാനിൽ ഹോട്ടൽ അടച്ചിട്ടിട്ടില്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ വഴിമുട്ടും. അവർക്ക് വേറൊരു ജീവിതമാർഗം കണ്ടെത്താൻ സാധിക്കാതെ പ്രയാസപ്പെടുമെന്ന് കാണുകയാണെങ്കിൽ അപ്പോ അങ്ങനെയുള്ള മദർറത്തുകൾ, അങ്ങനെയുള്ള എന്താ പറയാ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സന്ദർഭത്തിൽ ചില ഇളവുകളുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടില് അതിന് പ്രത്യേകിച്ച് ഒരു നിയമവുമില്ല. ഹലോ, അസ്സലാമു അലൈക്കും. ഈ കല്യാണത്തിനൊക്കെ ഈ മുല്ലപ്പൂ ഈ പെണ്ണുങ്ങള് ചമയിക്കുന്നത് എന്റെ വിധി എന്താ? അതുപോലെ മക്കാമിലൊക്കെ ചില മക്കാമിലൊക്കെ കിട്ടലുണ്ട് മുല്ലപ്പൂവൊക്കെ. അതിന്റെ വിധിയൊക്കെ എന്താന്ന് ഉസ്താദേ അറിയാൻ പറ്റും? മക്കാമുകളിലെ പൂവ്, അത് മുല്ലപ്പൂവായാലും വേണ്ടില്ല, എന്ത് പൂവായാലും വേണ്ടില്ല, സുഗന്ധം പരത്തുന്ന പൂവുകൾ വിതറുന്നത് നല്ലതാണ് എന്നാണ്. അവിടെ മലായിക്കത്തിന് ഇഷ്ടമുള്ള പരിമളമായതുകൊണ്ട് അങ്ങനെയുള്ള പരിമളം പരത്തുന്ന എന്തും അവിടെ ഉപയോഗിക്കുന്നതും നല്ലതാണ് എന്ന് ഫതുൽ മീൻ അടക്കമുള്ള കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുല്ലപ്പൂവ് കല്യാണങ്ങളിൽ സ്ത്രീകൾ ധരിക്കുക എന്നുള്ളത് അതൊരു ഹൈന്ദവ ആചാരമൊന്നുമല്ല. മുല്ലപ്പൂവ് ധരിക്കുക എന്നുള്ളത് ഒരു പ്രാദേശികമായ ഒരു ആഘോഷ രീതി മാത്രമാണ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. അതിന് വിരോധമല്ല. ഹിന്ദുക്കൾ ചെയ്യുന്നതൊക്കെ ഹറാമാക്കി നമ്മൾ പറയുന്നില്ല.
ഹിന്ദുക്കൾ ചെയ്യുന്നതൊക്കെ ഹറാമാണെങ്കിൽ എന്തിന് സ്ത്രീകൾ സാരി എടുക്കാൻ പറ്റില്ലല്ലോ, ബ്ലൗസ് ധരിക്കാൻ പറ്റില്ലല്ലോ. അതുപോലുള്ള പ്രാദേശികമായ എന്തെല്ലാം വസ്ത്രവിധാനങ്ങളുണ്ട്, എന്തെല്ലാം രീതികളുണ്ട് അല്ലേ? അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വരും. സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, സെന്റ് പൂസാൻ പാടില്ല, പലതും പാടില്ല എന്ന് വരും. അപ്പൊ അത് അങ്ങനല്ല, അവരുടെ മതാചാരമായി മാറണം. മതാചാരം, മതത്തിന്റെ ഹൈന്ദവ ആചാരം എന്ന് പറയണം. കല്യാണത്തിന് മുല്ലപ്പൂ ചൂടുക എന്നുള്ളത് ഹൈന്ദവ ആചാരമല്ല, അത് ഒരു മനുഷ്യാചാരമാണ്. മനുഷ്യാചാരം മുസ്ലിമീങ്ങൾ കൊണ്ടെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ മൈക്ക് റിലീസ് ചെയ്യണം. അപ്പോ ഇനിയിപ്പോ ഏതായാലും നമ്മുടെ സമയം ഒരുപാടായി, 3 മണി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇത് വളരെ സമഗ്രമായൊരു വിഷയമാണ്, മാത്രമല്ല വിവാദമായൊരു വിഷയം കൂടിയാണ്. ആ വിഷയത്തിലുള്ള കർമ്മശാസ്ത്രം വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ഭാഗത്തുള്ള നിലപാട് അത് വിശദീകരിക്കുക എന്നുള്ളത് അനിവാര്യമായി തോന്നിയത് കൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു ക്ലാസ് എടുത്തത്. പിന്നെ ഈ രംഗത്ത് നമ്മുടെ ഭാഗത്തിൽ നിന്ന് വിശദമായ പ്രതികരണങ്ങൾ ഒന്നും വരുന്നില്ല എന്നുള്ള ഒരു നിരീക്ഷണം പല കേന്ദ്രങ്ങളിൽ നിന്നും വരികയും ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വിശദീകരണം നടത്തേണ്ടി വന്നത്. മാത്രമല്ല ഇമാമിങ്ങളെ ഇബാറത്തുകളിൽ ചില തെറ്റിദ്ധാരണകളും പല ആളുകൾക്കും സംഭവിക്കുകയും ചെയ്തു. അതിനു പുറമെ ചില ഹദീസുകൾ, ആ ഹദീസിന്റെ ഉദ്ദേശങ്ങൾക്കപ്പുറം പുതിയ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടുള്ള ചില ഗവേഷണപരമായ ചില വിശദീകരണങ്ങളൊക്കെ ചില ഭാഗത്തു നിന്ന് വരികയുണ്ടായി. അപ്പൊ അതൊന്നും നമ്മുടെ കർമ്മശാസ്ത്രത്തിനോട് അല്ലെങ്കിൽ നമ്മുടെ ശാഫിഈ ഫിഖ്ഹിനോട് തീരെ യോജിക്കാത്തതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനൊരു ക്ലാസ് എടുത്തത്. അതിനു പുറമെ മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാര് തികച്ചും സാന്ദർഭികമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് വളരെ അനിവാര്യമായിരുന്നു. അല്ലാത്ത പക്ഷം ഈ ഒരു പ്രക്രിയ തുടർന്നു പോവുകയാണെങ്കിൽ, ഈ ഒരു രൂപത്തിൽ ഈ ചർച്ച മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ നാളെ നമ്മുടെ എല്ലാ പരിപാടികൾക്കും ഇങ്ങനെ നിലവിളക്ക് ഇങ്ങനെ പ്രത്യേക രൂപത്തിൽ ഇങ്ങനെ ഇട്ട് അതിങ്ങനെ തീ കത്തിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന ആ ഒരു ഏർപ്പാട് എല്ലാ യൂണിറ്റുകളിലും ആരംഭിക്കും. ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ മുനയൊടിക്കാൻ വേണ്ടി നമ്മുടെ ഉസ്താദുമാർ പ്രസ്താവന ഇറക്കിയത് 100% കർമ്മശാസ്ത്രത്തിന് അനുയോജ്യമാണ്, കർമ്മശാസ്ത്രത്തിനോട് യോജിച്ചതാണ്, അതിന് യാതൊരു സംശയവുമില്ല എന്ന് ഒന്ന് വ്യക്തമായിട്ട് ഫിഖ്ഹിന്റെ ഇബാറത്തുകൾ വെച്ചുകൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ളത് തികച്ചും സാന്ദർഭികമായി തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു ക്ലാസ് നടത്തിയത്. അത് കേൾക്കാൻ വേണ്ടി ഇത്രയും സമയം ഇവിടെ ചെലവഴിക്കുകയും ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയും അതിനറിയാവുന്ന വിധത്തിൽ മറുപടി നൽകുകയും ചെയ്യാൻ ഈ സമയം നമുക്ക് സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഖബൂൽ ചെയ്യട്ടെ. റബ്ബു തആല നമ്മൾ കേട്ടതും പറഞ്ഞതുമെല്ലാം സാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. പലജാതി ഉദ്ദേശങ്ങളുമുള്ള ആളുകളുണ്ട്, അവരുടെയൊക്കെ ഹലാല